بسم الله الرحمن الرحيم إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الواحد القهار العزيز الغفار مكبر الليل النهار ما شاء الله كان إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد أعوذ بالله السميع العليم من الشيطان الرجيم إن المتقين في جنات وعيون ادخلوها بسلام آمنين ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ പരിപാവനമായ സുദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം നാം സംഘടിപ്പിച്ചിട്ടുള്ളതും ലോകത്തുള്ള എല്ലാവരും സൽക്കർമ്മനിരതരായി ജീവിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതും ഖിയാമത്തെന്ന് പറയുന്ന ലോകാവസാനം എന്ന് പറയുന്ന എല്ലാറ്റിൻ്റെയും അവസാനമെന്ന് പറയുന്ന ഒരു ദിവസത്തിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ്. അങ്ങനൊരു ദിവസത്തെ സമാധാനവും സന്തോഷവും നാം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ അധ്വാനത്തിനൊന്നും യാതൊരു വിലയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഖിയാമത്തുണ്ട്, ഒരു ചലനമറ്റ് പോകുന്ന അവസ്ഥ. ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ നിന്നു പോകുക എന്നാണ്, ചലനമറ്റ് പോവുക. അങ്ങനെ ഒരു ദിവസം എല്ലാവർക്കുമുണ്ട്. ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. നാം താമസിക്കുന്ന ഈ ഭൂമി വളരെ മനോഹരമാണ്, കണ്ടാൽ കൊതി തീരാത്തതാണ്, ജീവിച്ചാൽ പൂതി തീരാത്തതാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേക സ്ഥലമാണ് ഭൂമി. എത്ര കണ്ടാലും മതി വരാത്ത ദൃശ്യങ്ങൾ, അല്ലേ? ഭൂമിയിൽ നാം കാണുന്ന ദൃശ്യങ്ങൾ ഒരിക്കലും നമുക്ക് മനം മടുപ്പിക്കുന്നില്ല. അത്ര മനോഹരമായ ദൃശ്യങ്ങളാണ്. മതിവരാത്ത, ജീവിച്ച് മതിവരാത്ത ലോകം.
അതിനിടയിൽ ക്ഷണിക്കാതെ വന്നെത്തുന്ന ഒരതിഥിയാണ് നമ്മുടെ മരണം. അതാണ് നമ്മുടെ ഖിയാമത്ത്. അത് നിന്നു പോകുന്ന ദിവസം. ഇവിടെ ദുനിയാവ് വളരെ മധുരമുള്ളതാണ്. അദ്ദുനിയാ ഹുൽവത്തുൻ, നല്ല മധുരമാണ്. നൊട്ടി നുണക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ നുണച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ഒരു വളരെ പെട്ടെന്ന് ക്ഷണിക്കാതെ കടന്നെത്തുന്ന ഒരതിഥി. ആ അതിഥിയുടെ മുമ്പിൽ ധനികനെന്നോ ദരിദ്രനെന്നോ ആരോഗ്യവാനെന്നോ രോഗിയെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ പാമരനെന്നോ പണ്ഡിതനെന്നോ രാജാവെന്നോ പ്രജയെന്നോ അടിമയെന്നോ ഉടമയെന്നോ ഒരു വ്യത്യാസവുമില്ല. ഒരു ദിവസം ഈ പറഞ്ഞ എല്ലാവർക്കും പോണം. ആ പോകുന്നതോടുകൂടി അവന്റെ ഖിയാമത്ത് ആരംഭിച്ചു. ആ പോകുന്ന ലോകത്തേക്കുള്ള പാഥേയങ്ങൾ തയ്യാറാക്കുകയാണ് ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലോകത്തേക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നേടുകയാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അവിടത്തേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ആർക്കും സാധ്യവുമല്ല. പോയേ പറ്റൂ. ഏത് കൊട്ടളങ്ങളിൽ പുറത്തിറങ്ങാതെ, മലക്കുൽ മൗത്തിന് പിടികൊടുക്കൂല എന്ന നിലക്ക് പുറത്തിറങ്ങാതെ ജീവിച്ചാലും അവിടത്തേക്ക് തെരഞ്ഞു വരും മലക്കുൽ മൗത്ത്. നിങ്ങൾ ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ കെട്ടിപ്പടുത്തുയർത്തിയ കൊട്ടളങ്ങളിൽ എയർ കടക്കാൻ പോലും സാധ്യതയില്ലാത്ത, കാറ്റുപോലും വായു പോലും കടക്കാത്ത റൂമിനകത്ത് നിങ്ങൾ അടച്ചുപൂട്ടി ജീവിച്ചാലും അവിടെ നിങ്ങളെ തെരഞ്ഞ് മലക്കുൽ മൗത്ത് എത്തും. ആ എത്തുന്ന വിഷയത്തിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. അത് ഓരോരുത്തർക്കും ഒരു ഖിയാമത്ത് നിശ്ചയിച്ചിട്ടുണ്ട്, അവസാനം. ആ അവസാനം എത്തുമ്പോൾ ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ. ആ അവധി എത്തിയാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ മാറ്റി നിർത്തുകയില്ല, പിന്നെ സമയമില്ല. പലപ്പോഴും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പടച്ചവനോട് പറയും, പടച്ചവനെ ഇപ്പൊന്ന് മാറ്റി തന്നാൽ ഞാൻ ഇതിലേറെ നല്ല സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകാം. ഇപ്പോ സമയമുണ്ട്. അള്ളാഹു ചിന്തിക്കുവാനുള്ള സമയവും ആയുസ്സും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ആയുസ് കാലഘട്ടത്തിലൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങൾ മരണത്തിന്റെ അവസാന വേളയിൽ ചിന്തിക്കും. അപ്പം മനുഷ്യൻ പറയും പടച്ചവനോട്, അള്ളാഹുവേ എനിക്കൊരു സെക്കൻഡ് നീ തരികയാണെങ്കിൽ, ഒരു സെക്കൻഡ് മതി. അത് ഭർത്താവിനെ സ്നേഹിക്കാനല്ല, മക്കളെ സ്കൂൾ കൊണ്ടാക്കാനല്ല, അത് എനിക്ക് എനിക്ക് സൽക്കർമ്മനിരതനായി ജീവിക്കാൻ, നല്ല ഭാര്യയായി ഭർത്താവിന്റെ സന്തോഷം തൃപ്തി തേടി ആ നിലക്കുള്ള പ്രവർത്തനം ചെയ്യാനല്ല, നല്ല നല്ല ഭക്ഷണം പാചകം ചെയ്യാനല്ല, മക്കളെ സ്കൂൾ കൊണ്ടുപോയി പഠിപ്പിച്ച് അവരെ ഉന്നത തലങ്ങളിലേക്ക് കൊണ്ടുപോകാനല്ല. ഞാൻ ചോദിക്കുന്ന സമയം എന്റെ അവസാനത്തെ നിമിഷത്തിലേക്ക് അള്ളാഹു എന്നെ കൊണ്ടുപോകുമ്പോൾ, ആ അവസാനത്തെ എന്റെ ആശ മുറിയുന്ന സമയത്ത്, മരണം മനുഷ്യന്റെ ആശകളെ അറുത്തുമുറിക്കുകയാണ്, ആസ്വാദനങ്ങളെ തടുക്കുകയാണ്, തകർക്കുകയാണ്. അങ്ങനെ തകർക്കുന്ന വേളയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പടച്ചവനോട് പറയുന്നത്. പടച്ചവനെ, ഒരു ചെറിയ സമയം, അത് ഫഅസ്സദ്ദഖവാകുമിനസ്സാലിഹീൻ, നല്ലവനായി ജീവിക്കാൻ, നല്ലവളായി ജീവിക്കാൻ, അള്ളാഹുവെ നീ തൃപ്തിപ്പെട്ടതുപോലെ പറയാൻ, നീ തൃപ്തിപ്പെട്ടതുപോലെ ജീവിക്കാൻ, എന്തെല്ലാം കാര്യങ്ങൾ നീ എന്നോട് പറയുന്നുവോ അതെല്ലാം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് പടച്ചവനെ. അതിന്റെ മറുപടി ലാ യുഅഖറു എന്നാണ്, ഒരു സെക്കൻഡ് പിന്തിക്കൂല എന്നാണ്. ഇങ്ങനെ ആയിരങ്ങളും പതിനായിരങ്ങളും ഓരോ നിമിഷത്തിലും ഭൂതലം വിട്ടുപിരിയുന്നുണ്ട്. ഇപ്പോൾ ഞാനും നിങ്ങളും ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ നാം സമ്മേളിക്കുമ്പോൾ ആയിരങ്ങളും പതിനായിരങ്ങളും ഇതാ ഇപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് അവസാനത്തെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അവരുടെ ഖിയാമത്ത് ആരംഭിച്ചിട്ടുണ്ട്. അവർ ആ പ്രയത്നത്തിലാണ്, ആ പ്രവർത്തനത്തിലാണ്, ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള. ഖുർആൻ പറഞ്ഞതുപോലെ കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ, റൂഹ് അന്നനാളത്തിലേക്ക് എത്തുമ്പോൾ, നാം ശ്വസിക്കുന്ന അന്നനാളത്തിലേക്ക് നമ്മുടെ റൂഹ് എത്തുമ്പോൾ, ആ
മരണത്തിന്റെ ഉഗ്രമായ വേദന നിമിത്തം അവൻ ചോദിക്കുന്നു, വഖീല മൻ റാഖ്, രക്ഷപ്പെടുത്താൻ, ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏതൊരു മാന്ത്രിക ശക്തിക്ക് സാധിക്കും? മരണത്തിന്റെ വേദന കൊണ്ട് ആ മനുഷ്യൻ കാലും കാലും കയ്യും കയ്യും തമ്മിൽ പിണക്കുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അവൻ തടവാൻ നോക്കി നിൽക്കുന്നവരോട് ആവശ്യപ്പെടുന്നു. തല തടവുമ്പോൾ കാൽ തടവാൻ, കാൽ തടവുമ്പോൾ നെഞ്ഞു തടവാൻ, നെഞ്ഞു തടവുമ്പോൾ എവിടെ നിന്നാണ് വേദന എന്നറിയുന്നില്ല. കാരണം അവന്റെ ഖിയാമത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ആ ഖിയാമത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം അത്രമാത്രം മധുരമാണ്, അത്രമാത്രം മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്, അല്ലേ? നമ്മളുണ്ടാക്കിയ സമ്പത്ത്, നമ്മളുണ്ടാക്കിയ മക്കൾ, നമ്മളുണ്ടാക്കിയ മണിമേട വിട്ടൊഴിഞ്ഞു പോകാൻ കാത്തിരിക്കുന്ന അവസാനത്തെ വേള നമ്മൾ കാലും കാലും തമ്മിൽ പിണക്കുന്നു. എന്നിട്ടോ നമ്മൾ പടച്ച തമ്പുരാനിലേക്ക് ഇലാ റബ്ബിക യൗമൈനിൽ മസാഖ്, അതാ യാത്ര അള്ളാഹുവിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. അവിടുന്നാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ തീയതി കുറിക്കുന്നത്. ഈ തീയതി നമുക്കൊരിക്കലും അറിയുന്നില്ല, നമ്മളാരും അറിയുന്നില്ല ഈ തീയതി എപ്പോഴാണ്. ഈ തീയതി നമ്മൾ അറിയുകയാണെങ്കിൽ, മരണ തീയതി അറിയുകയാണെങ്കിൽ, നമ്മൾ ഏറ്റവും വെറുക്കുന്ന ലോകം ഈ ദുനിയാവായിരിക്കും. നാളെ മരിക്കുമെന്ന ഒരു മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചോളം ഇന്നൊരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബിരിയാണി വേണോ? നിങ്ങളെന്ത് പറയും? വേണ്ടെന്ന് പറയും, ബിരിയാണി വേണ്ട. നിങ്ങൾക്ക് നല്ല ഒരു മാല ഉണ്ട്, തരട്ടെ, സ്വർണമാല. ഭർത്താനല്ലേ കൈകൊണ്ട്, ആർക്ക് വേണം? ഇനി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ഇഷ്ടം. കൈകൊണ്ട് മാത്രം ഉത്തരം പറയുന്ന, നാളെ യാത്രയാകാൻ പോകുന്ന നമ്മൾക്ക് ഒരു മുതലും ആവശ്യമില്ല. മരണതീയതി അറിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും വെറുക്കുന്ന ലോകം ദുനിയാവ്. മരണതീയതി അറിയാത്തത് കൊണ്ട് മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലോകവും ദുനിയാവ്. മരണതീയതി കൃത്യമായി അറിയുന്ന ആളുകൾക്ക് ദുനിയാവിനോട് വലിയ പ്രസക്തിയൊന്നുമില്ല. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടാക്കാണ്ടൊക്കെ എന്ത് വേണേലും ചെയ്യും. ഓലെ സംബന്ധിച്ചോളം ഓൽക്ക് ഏറ്റവും വലിയ ദിക്ർ ഖിയാമത്താണ്, അവരുടെ യാത്ര, അതിനുശേഷമുള്ള അവരുടെ ജീവിതം. അനുദിനം നമ്മളുടെ മരണം നമ്മിലേക്കും നമ്മൾ മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇത് നമുക്ക് അള്ളാഹു എന്നാണോ നമ്മളുടെ ഡേറ്റ് നിശ്ചിത, ആ ഡേറ്റിലേക്ക് ഈ ദിവസം കഴിഞ്ഞു, അല്ലേ? ഇത്രയും സമയം കഴിഞ്ഞു. ഇനി ഈ ദിവസമല്ല, നാളെയാണ് ഈ സമയമെങ്കിൽ ഈ സമയത്തിന് തൊട്ട് മുമ്പ് അള്ളാഹു നമ്മളെ കൊണ്ടുപോകും, അല്ലേ? അത് പല കാരണങ്ങൾ ഉണ്ടാവാം. കാരണങ്ങൾ ഏത് എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഏതോ ഒരു കാരണത്താൽ എന്തായാലും പോയേ പറ്റൂ, പോകണം. ആ പോകുന്ന ലോകത്തേക്കുള്ള ഉപഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സന്ദർഭത്തിലും വേളയിലുമാണ് ഇപ്പോൾ ഉള്ളത്. അതിനുവേണ്ടി ഓടുകയാണ്, അതിനുവേണ്ടി അധ്വാനിക്കുകയാണ്. ഒരു ചെറിയ സംഘം ആളുകളെങ്കിലും അതിനുവേണ്ടി ഓടുന്നുണ്ട്. വലിയൊരു സംഘം ആളുകൾ മറുഭാഗത്തോടുമ്പോൾ വലിയ കൊച്ചു സംഘം പടച്ച തമ്പുരാന്റെ ഈ ലോകത്തെ യാത്രക്ക് വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, മനുഷ്യൻ കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, പരലോകമെന്ന് പറയുന്ന ദിവസത്തെ മറന്നുകൊണ്ട് അതിനെ പുറകോട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യൻ ദുനിയാവിനെ സ്നേഹിച്ച് അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെടുകയാണ്, അല്ലെ? എല്ലാവർക്കും വേണം. ഇരക്കാൻ നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും വേണം പണം, അവർക്കും വേണം സൗഭാഗ്യങ്ങൾ, അവർക്കും അതിനു വേണ്ടിയുള്ള എല്ലാ കള്ളത്തരങ്ങളും എല്ലാത്തരം മുഖഭാവങ്ങളും ഒക്കെ ആക്കി സമൂഹത്തിന്റെ പിന്നാലെ നടക്കുകയാണ്. മോളെ കെട്ടിക്കാനുണ്ട്, റമദാൻ കഴിഞ്ഞിട്ട് വേണം, സക്കാത്തിന്റെ ഓഹരി തരണം, സദക്കയുടെ ഓഹരി തരണം. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള വെറും ഒരു ഉപാധി മാത്രമായിട്ടാണ് അവർ മതത്തെ കാണുന്നത്, ഇസ്ലാമിനെ അവർ കാണുന്നത്. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ മോളെ കെട്ടിക്കാനുള്ള സാധനമല്ല, നമുക്ക് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനുള്ളതല്ല. നമുക്ക് പരലോകത്തെ ഈ ചിന്ത നമുക്ക് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്, അതിനുവേണ്ടിയാണ്. അതില്ലാതെ നാം എങ്ങനെയൊക്കെ ജീവിച്ചാലും അത് വലിയ നട്ടത്തിലേക്ക് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രിയപ്പെട്ട തോഴൻ മിദ്അം, നമുക്കറിയാം, ചരിത്രത്തിൽ അറിയുന്ന ആളുകളാണ്. മിദ്അമിനെ സംബന്ധിച്ചോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ഒത്താശക്കാരനാണ്. അദ്ദേഹം റസൂലുള്ളാഹിന്റെ കൂടെ ഏത് യുദ്ധങ്ങളിലും നബിയോടൊപ്പം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സന്തത സഹചാരിയായി നടക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധവേളയിൽ ലക്ഷ്യം തെറ്റി വന്ന ഒരു അമ്പ് മിദ്അമിന്റെ ശരീരത്തിൽ പതിക്കുകയും മിദ്അം കിടന്ന് പിടയുകയാണ്. ആ പിടഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറയാൻ വേണ്ടിയുള്ള പിടച്ചലിൽ കൂടെ കൂടിയ ആളുകളെല്ലാം
ഒരുപാട് അഭിപ്രായമുള്ള സഹാബിയാണ് മിദ്യാം. എപ്പോഴും റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുന്ന സഹാബിയാണ് മിദ്യാം. എല്ലാവർക്കും താല്പര്യമുണ്ട്. അവരെല്ലാവരും ഓടി വന്നുകൊണ്ട് പറഞ്ഞു, തൂബ തൂബ, അവസാനത്തെ മംഗളം മംഗളം എന്ന് മിദ്യാം പിടയുമ്പോൾ പറയുന്നു. റസൂലുള്ള കൈകെട്ടി നോക്കി നിൽക്കുന്നു. എല്ലാവരും ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ കൂടെ ഇത്രയും കാലം നടന്നൊരു വ്യക്തി മരണത്തിന് വേണ്ടി കീഴ്പ്പെടുമ്പോൾ അങ്ങെന്തുകൊണ്ടൊരു മംഗളമോലും ഓതാൻ നാം അങ്ങ് എത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ സംഭവം മിദ്യാം എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഈ സ്വത്തിന്റെ, നമ്മുടെ യുദ്ധത്തിൽ നേടിയെടുത്ത ഗനീമത്ത് മുതൽ നേടിയെടുക്കാൻ വേണ്ടി ആ മനുഷ്യൻ അധ്വാനിച്ചതാണ്. മിദ്യാം നല്ലവനല്ല. റസൂലുള്ളാഹിക്ക് വഹീ കൊടുത്തു. എന്ത് പറഞ്ഞു? ഇന്ന ശംല, ആ പുതപ്പുണ്ടല്ലോ അവൻ കട്ടെടുത്തതാണ്. അവൻ ഈ വീതം വെക്കുന്നതിന് മുമ്പ്, ഖബല യൻഖസിമാന, വീതം വെക്കുന്നതിന് മുമ്പ് ആ പുതപ്പ് കട്ടെടുത്തിട്ടുണ്ടവൻ. ഒരു മുതൽ, ചെറിയൊരു മുതല കട്ടെടുത്തത്. പരലോക ചിന്ത നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മംഗളമോതുന്നില്ല. റസൂലുള്ളാഹിന്റെ കൂടെ ഇത്രയും കാലം നടന്ന വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അദ്ദേഹം നരകത്തിലേക്കുള്ളതാണ്. എന്ത് മനസ്സിലാവുന്നു? എന്ത് മനസ്സിലാകുന്നു? വളരെ നിസ്സാരമായി തോന്നാവുന്നൊരു കാര്യം അല്ലേ? നമുക്കൊക്കെ വളരെ നിസ്സാരമായി തോന്നാവുന്നൊരു കാര്യമല്ലേ? ഒരു പുതപ്പ്, അത് വീതം വെക്കുന്നതിന് മുമ്പ് എടുത്തു വെച്ച കിർക്കിറ നരകത്തിലേക്കാണ്. അല്ലെങ്കിൽ കിർക്കിറ എന്നും മിദ്യാം എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. ആ കിർക്കിറയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നരകത്തിലേക്കാണെന്ന് പറയുമ്പോൾ എത്ര നിസ്സാരമായൊരു തെറ്റാണ് ആ വ്യക്തി ചെയ്തത്. നമ്മളെ കാഴ്ചപ്പാടിൽ നിസ്സാരമല്ലേ? പക്ഷേ പരലോക ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ചോളം ഒരു വലുതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അവകാശമില്ലാതെ മൻ അഖദ മിനൽ അർളി ശിബ്റൻ ബിഗൈരി ഹഖിഹി ഖുസിഫ ലഹു യൗമൽ ഖിയാമത്തി ഇലാ സബി അർളിൻ, ഖിയാമത്ത് നാളിൽ ഒരു ചാൺ ഭൂമി ഒരാൾ പിടിച്ചെടുത്ത, ഒരു ചാൺ എന്ന് പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് അളക്കുന്നത് അളവാണ്. അത് പിടിച്ചെടുത്താൽ അവൻ നാളെ പരലോകത്ത് നരകത്തിന്റെ 7 തട്ടുക്കടിയിലേക്ക് അല്ലാഹു താഴ്ത്തിയിടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ എത്ര ആളുകൾ എന്തെല്ലാം മുതൽ തട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ വീതം പറ്റി ജീവിക്കുന്നു പലരും. ആരെങ്കിലും പരലോക ചിന്ത ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊരു ഞാനൊരു ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ചിന്ത അവർക്കുണ്ടോ? ആർക്കുമില്ല. എല്ലാ തെറ്റുകളെയും നമ്മൾ നിസ്സാരമായിട്ടാണ് കാണുന്നത് അല്ലേ? ഇപ്പൊ ഒരു കല്യാണം നടക്കുമ്പോൾ അവിടെ നിന്ന് തിന്നുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം നമ്മൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞോ ഇങ്ങനത്തെ ഒരു വിവാഹം ഇവിടെ നടത്തണ്ട, ഇത് ലയനത്തിൽ പിടിച്ച സംഗതിയാണ്, ആളുകൾ നിന്ന് തിന്നുന്നു, എരന്ന് വാങ്ങി തിന്നുന്നു, അവർ ഷർട്ട് ഇൻസൈഡ് ചെയ്തുകൊണ്ട് നന്നാവുകയില്ല, അവരെക്കാൾ മോശപ്പെട്ട മനുഷ്യൻ ഭൂമിയിൽ ഇല്ല എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായോ? ആരുമില്ല. കാരണം ഇതൊക്കെ പരലോക ചിന്തയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന അധ്വാനങ്ങളല്ല. നാം പട്ടിണി കിടന്ന് നമ്മളുടെ പകൽ ഉപവാസവും രാത്രിയിൽ ഉപാസനയുമായി കഴിഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. നമ്മുടെ ജീവിതത്തെ പരലോകം എന്ന് പറയുന്ന ഒരു ദിവസത്തിന്റെ ചിന്തക്ക് വേണ്ടി മാറ്റിയിടണം. ആ ദിവസത്തെ അധ്വാനത്തിന് വേണ്ടി അധ്വാനിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരു അഅറാബി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവ് കൊണ്ട് അങ്ങ് സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ? വയാ ഉമറൽ ഖൈരി ജുസീതൽ ജന്ന ഉക്സുബുനയ്യാതി വ ഉമ്മാഹുന്ന. ഖലീഫ ഉമർ റളിയല്ലാഹു ഭരണം നടത്തുന്ന കാലം ഒരു അഅറാബി വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന എന്റെ കുടുംബമായ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അതാ അവർ മുന്നും പിന്നും മറക്കാൻ കഴിയാതെ അങ്ങയുടെ വീടിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വസ്ത്രം കൊടുക്കണം ഖലീഫ, നിങ്ങൾ കൊടുക്കണം. ഉമർ റളിയല്ലാഹു പറഞ്ഞു, എന്റെ കയ്യിൽ ഞാനിട്ടിരിക്കുന്ന ഈ ജുബ്ബയല്ലാതെ മറ്റൊന്നും എന്റെ കൈവശമില്ല. അഅറാബിന്റെ മറുപടി, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, അത് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ഉമറേ. അന്ന് നീ അള്ളാഹിനോട് മറുപടി പറഞ്ഞാൽ മതി, നിന്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് തരാതിരുന്നത് എന്ന്. ഒരു മറുപടിയും പറയാൻ ഉമർ റളിയല്ലാഹുവിനില്ല. ഇട്ടിരിക്കുന്ന കുപ്പായമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കമീസ് കുപ്പായം വലിച്ചൂരി
കഷ്ണം കഷ്ണമാക്കിയിട്ട് അഹ്റാബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് മുന്നും പിന്നും മറച്ചോളൂ. ഞാൻ നിന്റെ ഈ കവിത കേട്ടിട്ട് അതിന്റെ സന്തോഷം കൊണ്ട് നിനക്ക് തന്നിയ സമ്മാനമല്ലത്. പിന്നെയോ ലിദാലിക്കൽ യൗം, നീ പറഞ്ഞില്ലേ പരലോകം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്, അവിടെ ഉമർ മറുപടി പറയണമെന്ന്. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിനക്ക് തന്നത്. അതാണ് ദിക്റുൽ ഖിയാമ. പരലോകത്തുള്ള ചിന്ത അവിടെയാണ്. ആ നിലക്ക് ഒരു സൽക്കർമ്മമെങ്കിലും ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ആ ദിവസത്തെ ലാഭം കിട്ടാൻ വേണ്ടി ഏതൊരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായത് നിങ്ങൾ പരിശോധിക്കുക. നമ്മൾക്ക് തൽക്കാലം ഇവിടുത്തെ ലാഭം മതി. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ റമദാനിൽ മാത്രം ഇത് കേൾക്കും, റമദാൻ കഴിഞ്ഞാൽ കേൾക്കൂല. റമദാനിൽ ആയിക്കോട്ടെ ഒക്കെ പറഞ്ഞ് മൗലവി പറഞ്ഞ് ശരിയാ. ശവ്വാൽ വന്നാലോ ഒക്കെ മൗലവിമാർക്ക് അതും പറയാം, അതിൻ്റെ അങ്ങേപ്പുറം പറയാം. ഓലിതൊക്കെ പാർട്ടുണ്ടോ? അത് ശരി. ഓല് പാർത്തില്ലേ നിങ്ങൾക്ക് പാർത്താൻ പാടില്ല? നിങ്ങൾ ഓല മൗമൂമ ആണോ? അങ്ങനെയാണോ അല്ല ചോദിക്കുക? ആണോ? ഓരോരുത്തരെയും വിളിച്ച് ചോദിക്കും. എടാ, ഓരോരുത്തരോടുള്ള ചോദ്യം ഓരോരുത്തരോട് ചോദിക്കും. നിങ്ങൾ എന്താ വിചാരിച്ചത്? പടച്ച തമ്പുരാൻ ഒരാളെ ബാലുമലല്ല മറ്റേ ആളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും അല്ല വേറെ വേറെ തലന്നുണ്ട്. നിങ്ങൾക്കറിയോ? ഇന്ത്യങ്ങളും വിയർപ്പിന്റെ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചിട്ട് ഇന്ത്യങ്ങളെയൊക്കെ വിയർപ്പിന്റെ ഗന്ധം വ്യത്യാസ അറിയുള്ളത്. കോടാനുകോടി മനുഷ്യന്മാരെ വിയർപ്പേ ശരീരം മാംസം രക്തം കൊണ്ടുണ്ടാക്കിയ സാധനം അല്ലേ? അതിനൊക്കെ വ്യത്യാസത്തിൽ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ വ്യത്യാസത്തോടുകൂടിയാണ് എല്ലാവരും എല്ലാവരുടെയും ഉത്തരം പറയണം. ഇവിടെ ഈ ലോകത്ത് ഇപ്പൊ ജീവിക്കുമ്പം ഈ ദുനിയാവിന്റെ എല്ലാ സുഖവും എടുക്കാൻ ആരെ വേണേയും പറ്റിക്കും, ആരെ വേണേയും വഞ്ചിക്കും, ആരെ വേണേയും കൊല ചെയ്യും. ഇപ്പൊ തൊഴിൽ പോലെയാണ് ആളുകൾ. അങ്ങനത്തെ എന്താ ജോലി? ഞാൻ ഇപ്പൊ കൊട്ടേഷൻ സംഘത്തിലാണ്, നമ്മള് സ്പിന്നിങ് മില്ലിലാന്നൊക്കെ പറയും പോലെ. അത്ര അതൊരു തൊഴിലായി മാറി. അള്ള കൊടുത്ത ആരോഗ്യം വേറെ തലയിലൊന്നുമില്ല, ആൾതാമസം തലയിലില്ലാത്തതുകൊണ്ട് കൊട്ടേഷൻ സംഘത്തിൽ ചേർന്ന് അടിപിടി ഉണ്ടാക്കുക, ആളെ കൊല്ലുക, കൈ വെട്ടിയാത്ര, കാല് വെട്ടിയാത്ര, തല വെട്ടിയാത്ര. അത് എങ്ങനായി? ആരോ ആക്കിയതാണോ? അല്ല, തലയിലൊന്നുമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പരലോകത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്. ഈ ചിന്തയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകുമ്പോൾ ചില ആളുകള് ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ ഏത് ഇസ്ലാം, എവിടുത്തെ ഇസ്ലാം, അങ്ങനെ ഒരു ഇസ്ലാമൊന്നുമില്ല, വെറുതെ പറയാ. അങ്ങനെ ഒരു പരലോകമില്ല, വെറുതെ പറയാ. മരിച്ചോലാരെയും തിരിച്ചു വന്നിക്കണോന്നാ മൂപ്പര ചോദ്യം. അങ്ങനെ ആരെയും വന്ന് പറഞ്ഞതാണോ അങ്ങനൊരു പരലോകം ഉണ്ടെന്ന്? ഇങ്ങനൊരു ഖൈറും ഷർറും കൊടുക്കുന്ന ഒരു ഖിയാമത്തുണ്ട്, ലോകം അവസാനിപ്പിക്കും പടച്ച തമ്പുരാൻ ആരെയും വന്ന് പറഞ്ഞിരുന്നോ? ആര് പറയണം കൂട്ടരെ? അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ പടച്ച തമ്പുരാൻ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ള പറഞ്ഞതാ. അള്ള പറഞ്ഞത് ഇവിടെ ഭൂലോകത്ത് നടന്നിട്ടില്ലേ? പല പ്രാവശ്യം നടന്നില്ലേ? അള്ള പറയുന്നു, ഇന്ന സാഅത ആതിയത്തുൻ, ലോകം അവസാനിക്കുക എന്നത് വരുന്നതാണ്. അക്കാദു ഉഖ്ഫീഹാ, അത് കോപ്യമാക്കി വെച്ചതാണ്. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ഈ ദുനിയാവിൽ വെച്ച് ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാൻ. നല്ലത് ചെയ്താൽ അതിന്റെ പ്രതിഫലം, ചീത്ത ചെയ്താൽ അതിന്റെ പ്രതിഫലം കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച ദിവസമാണ് ഖിയാമത്ത്. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ മുഹമ്മദെ നിന്നെ തടയാതിരിക്കട്ടെ. അവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും കേട്ട് നീ അതിൽ നിന്നും വഴിമാറിപ്പോകാതിരിക്കട്ടെ എന്ന് മാത്രല്ല, വത്തബാഹവ, അവരവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ വേണ്ടിയാണ് പരലോകമില്ല എന്ന് പറയുന്നത്. അവരുടെ തോന്നിവാസത്തിൽ മുഴുകി ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഖിയാമത്തില്ല എന്ന് പറയുന്നത്. അവരുടെ തമ്മാടിത്തം അവർക്ക് തുടരാൻ വേണ്ടിയാണ് അവർ ഖിയാമത്തില്ല എന്ന് പറയുന്നത്. അതാണ് അല്ലാഹ് പറഞ്ഞത്, വത്തബാ ഹവാഹു, ഇച്ഛയെ പിൻപറ്റി ജീവിക്കുവാൻ. അങ്ങനെ ഫതർദാ, അവർ നശിച്ചു പോകും, പടച്ച തമ്പുരാന്റെ ശിക്ഷക്ക് അവർ വിധേയമാകും. അങ്ങനെ ഒരു ദിവസം അവർക്കുണ്ട്. എന്നാൽ പടച്ച തമ്പുരാൻ മനുഷ്യന്റെ ബുദ്ധി, എന്താ മനുഷ്യന്റെ ബുദ്ധി എന്നപ്പ മനുഷ്യന്റെ വിചാരം? അതൊക്കെ മരവിച്ചു പോകും വിധമുള്ള ഭൂമി കുലുക്കങ്ങളല്ലേ പല സ്ഥലങ്ങളിലായി പല സന്ദർഭങ്ങളിലായി പടച്ച തമ്പുരാൻ നൽകിയത്. അത് ഇന്നൊന്നിൽ തുടങ്ങിയതല്ല. 1955 പോർച്ചുഗലിലെ ലിസ്ബൺ പടച്ച തമ്പുരാൻ പിടിച്ചു കുലുക്കി.
അന്ന് ഒരൊറ്റ കുലുക്കലിന് 30,000 ആളുകളാണ് 1755 പോർച്ചുഗലിലെ ലിസ്ബൺ പട്ടണം കുലുക്കിയപ്പോൾ തീർന്നത്. 1556 ചൈനയിലെ ഷെൽസി പട്ടണം കുലുക്കിക്കൊണ്ട് പടച്ചതമ്പുരാൻ മനുഷ്യ മക്കളെ തീർത്തത്, കൊന്നൊടുക്കിയത് 8 ലക്ഷം ആളുകളെയാണ്. കണക്കാതിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കുലുക്കിയിട്ട് കൊല്ലുന്ന ആൾക്കാരുടെ എണ്ണങ്ങൾ കാണില്ലേ? മനുഷ്യന്റെ ബുദ്ധി നിഷ്പ്രഭമാവല്ലേ? മനുഷ്യന്റെ മുഴുവൻ കഴിവും മനുഷ്യന്റെ മുഴുവൻ ചിന്തയും മനുഷ്യൻ ആ സമയത്തൊരു ഭൂമി ഇങ്ങനെ കുലുങ്ങുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയാ നമുക്കൊന്ന് കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിക്കുക, ഭൂമി കുലുങ്ങുന്നുണ്ട്, ആരെയും പറയോ ഞമ്മക്കിവിടെ കല്യാണം ഒന്ന് ഉഷാറാക്കണം, നമുക്ക് ചട്ടിപ്പത്തിരി പൊട്ടിപ്പത്തിരി മറ്റേ പത്തിരി ഈ പത്തിരി എല്ലാ പത്തിരി ഉണ്ടാക്കാൻ ആരെയും ചോദിക്കോ? ഇല്ല. കാരണം അവനാന്റെ പാവാടക്ക് തീ പിടിക്കുമ്പോ മറ്റോന്റെ തലേ തീ പിടിച്ച് നോക്കാൻ നേരം ഉണ്ടാവില്ല. മനസ്സിലായോ? പാവാടക്ക് തീ പിടിച്ച് പയ്യ. അപ്പോഴ് പടച്ച തമ്പുരാൻ പറഞ്ഞെന്താ? ഈ ദുനിയാവ് അല്ലാഹു അവസാനിപ്പിക്കും. ഇത് അവസാനിപ്പിക്കാൻ ഉണ്ടാക്കിയതാ. അവസാനിപ്പിക്കുന്നതിന്റെ അടയാളങ്ങൾ നിങ്ങൾ ഒരുപാട് അറിയാം നിങ്ങൾക്ക്, അല്ലേ? അവസാനിപ്പിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന അടയാളങ്ങൾ. ആണും പെണ്ണും കെട്ട പെണ്ണുങ്ങൾ പെൺകുട്ടികൾ രംഗത്ത് വന്നില്ലേ? ആണുമല്ല പെണ്ണുമല്ല. വസ്ത്രധാരണം നോക്കിയ ആണുമല്ല പെണ്ണുമല്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊക്കെ 2 തല ഉള്ള മാതിരിയാ. പെൺകുട്ടികളൊക്കെ ഒരു തല ഓള തല, ഒരു തല പുറത്തേക്ക് മുടിയോണ്ട് ഉണ്ടാക്കുക, നീളുണ്ടാക്കിയിട്ട്. കണ്ടില്ലേ നിങ്ങള്? നിലത്ത് വീണ് വളർന്ന മത്തങ്ങ പോലെ. ഓള് പോകുന്നതോ എന്താ പർദ്ദയൊക്കെ ഇട്ട് പോണ്ടോളാണ് ഇപ്പൊ സ്വർഗത്തേക്ക് പോകേണ്ട ആളെന്നാ ഓളെ വിചാരം. സ്വർഗത്തിലെ മെമ്പർ 1 ഓളെപ്പോലത്തെ മോശപ്പെട്ട സ്ത്രീ. കാരണം അവൾ ആ വസ്ത്രം അണിഞ്ഞതും ആ മുടി കെട്ടിയതും ആരൊക്കെയോ നശിപ്പിക്കാനാണ്, ആരൊക്കെയോ സൽബുദ്ധിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നടക്കുന്ന എത്രയോ ആളുകളുണ്ടില്ലേ? ഉണ്ട്. ഓരോട് നമ്മൾ പറഞ്ഞാൽ ഈ ഉപദേശം പറഞ്ഞാൽ എടുക്കോ? നിങ്ങൾ പറയും എന്റെ കുട്ടികളോടൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം മൗലവി പറയലുണ്ട്, എത്ര പ്രാവശ്യം പറഞ്ഞാൽ ഓലെടുക്കണില്ല മൗലവി പറയാറില്ലേ? ഇല്ലേ? ഉണ്ട്. സൽക്കർമ്മങ്ങൾ ഈ ലോകം അവസാനിപ്പിക്കാനുള്ളതാണ്. പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് രക്ഷാശിക്ഷകൾ നൽകുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന ഉപദേശം നമ്മളുടെ മക്കൾക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുത്താൽ ഓലെങ്ങനെയാ പോകുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതാ നിങ്ങൾ കൊടുക്കുമ്പോൾ പോകുന്ന രൂപം എങ്ങനെയെന്ന് പോലും അല്ലാഹു പറഞ്ഞു. അള്ളാഹു പറയുന്നു, ഫമാലഹും അനിത്തദ്കിറതി മുരിലീൻ കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ. അള്ളാഹു പറയുന്നു, എന്ത് പറ്റിയവർക്ക്? ഫമാലഹും അനിത്തദ്കിറതി മുരിലീൻ, ഈ ഉപദേശത്തിൽ നിന്ന് മാറി ജീവിക്കുവാൻ അവർക്ക് എന്ത് ന്യായമാണുള്ളത്? എന്ത് പറ്റിപ്പോയി അവർക്ക്? തിന്മയിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് പറ്റിപ്പോയി? ഈ ജീവിതം കൊണ്ട് എന്ത് ലാഭമാണ് നിനക്കുള്ളത്? പ്രായമായ ആളോട് ചോദിക്ക്. യൗവനം കൊണ്ട് നിങ്ങൾ എന്തേ നേടി? കുറെ കുട്ടികളുണ്ടാക്കി എന്നല്ലാണ്ട് വേറെന്താ ഉണ്ടായത്? ചോദിച്ചു നോക്ക്. അന്റെ അമ്മ ഇല്ലേ പൊരേല്? അന്റെ അമ്മക്ക് ഇതേമാതിരി യൗവനല്ലായിരുന്നോ? ഒന്ന് അന്വേഷിച്ചൂടായിരുന്നോ? എന്ത് ലാഭമാണ് എന്റെ അമ്മ ഉണ്ടാക്കിയതെന്ന്? അതാണ് ഈ ഉപദേശം കൊടുത്താൽ. ഫമാലഹും അനിത്തദ്കിറതി മുരിലീൻ, അവരെന്ത് പറ്റിപ്പോയവർക്ക്? കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ, വിരണ്ടോടുകയാണ് അങ്ങനത്തെ കഴുതക്കൂട്ടങ്ങളെ പോലെ. നല്ല പറഞ്ഞു, ഞാൻ ഉപയോഗിക്കല്ലോ കഴുത കഅന്നഹും ഹുമുറുൻ. ഹുമുർ പറഞ്ഞാൽ ഹിമാറില്ലേ? ഉമ്മ ചിലപ്പോ ദേഷ്യം പിടിച്ചാൽ അത് സ്നേഹത്തിൽ വിളിക്കല്ലേ, എന്നിട്ട് ബാഹിമാറൻ, അത് അതിന്റെ ജമ്മാണ്, പ്ലൂറലാ ഹുമുർ കേട്ടോ. കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ, അങ്ങനെ വിരണ്ടോടുകയാണ് കഴുതക്കൂട്ടം. അങ്ങനെയാണ് ഉപദേശം കേട്ടാൽ. അപ്പൊ നിങ്ങളിപ്പോ ഈ കാസറ്റ് ഒന്ന് വാങ്ങി പുറകെ കൊണ്ടുവച്ച് നോക്കി. ഒരു 20-22 വയസ്സായ പെൺകുട്ടികളുണ്ട്, ഓഫാക്കി കളി ഓരോരോ കിയാമത്ത്. അതേ ദിവസം ഉമ്മക്കോ അത് വെക്ക് മോളെ, റമദാനാണ്, ചൊവ്വാലിന്റെ അന്ന് എനിക്കിഷ്ടമുള്ള ചിക്കുപ്പൊക്ക് റെയിലെ വെച്ചോ, അല്ലേ? ഇപ്പൊ റമദാൻ ആയതുകൊണ്ട് അടുത്ത പുരേന്ന് പോലും ഒരു ടിവിന്റെ റേഡിയോന്റെ ഒന്നും വെച്ചേക്കില്ലല്ലോ. എന്നാ ഞമ്മക്ക് ഇതങ്ങോട്ട് ഉറക്ക വെക്കാം, എന്നാ സ്വർഗത്തിൽ നമ്പർ 1 ആയിട്ടാണ് പോവാച്ചിട്ടേ. നിങ്ങള് മെല്ലെ ചുളിവില് സ്വർഗത്തിൽ കയറാന്ന് വിചാരിക്കണ്ട, ചുളിവില് ഖിയാമത്ത് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കേട്ടോ. അതൊക്കെ നമ്മക്ക് ഇവിടെ നടക്കും. ഇപ്പൊ കല്യാണമുള്ളവർത്തൊക്കെ ചെന്നാൽ ചിലവര് അസ്സലാമു അലൈക്കും അലൈഹിസ്സലാം ചുളിവിൽ അവിടുന്ന് മുങ്ങും, ആരും അറിയില്ല. മരിച്ചോടത്തല്ലോ അസ്സലാമു അലൈക്കും അസ്സലാം, ആ മരിച്ച പുരക്കാരൊന്ന് കണ്ട് അപ്പൊ മുങ്ങും, ആരും അറിയില്ല. ഇത് അള്ളാന്റെ അടുത്തേക്കാ പോണ്ടിയത്, മയ്യത്തിന്റെ പുരക്കാരല്ലത്, ഇത് കല്യാണപ്പുരക്കാരുമല്ല. അങ്ങനെ മുങ്ങല്ലേ?
ഉണ്ട്, മുന്നിൽ കൂടെ കയറി വൈകി കൂടെ കയറി. എന്നിട്ട് ചിലരുടെ അറിയോ 5-6 സ്ഥലത്ത് കയറി ഇറങ്ങാണ്ട്. എന്താ ശബരിമല എനിക്ക്. അപ്പോ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ എന്തെങ്കിലും ഒരു ഉപദേശം കണ്ട് കൊടുക്കാൻ തുടങ്ങിയാൽ അപ്പൊ ഉഗ്രൻ സിംഹക്കൂട്ടങ്ങളെ കണ്ട് വിരണ്ടോടുന്ന കഴുതകളെ പോലെയാണത്രേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കേട്ടാൽ ചില മനുഷ്യന്മാർക്ക്. ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ചില മനുഷ്യന്മാർക്ക്, ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, എന്റെ ഭർത്താവ് എന്നിനും കൊള്ളൂല മോലി, നിസ്കരിക്കൂല, ഒന്നുമില്ല, എന്നാ എന്നെ നിസ്കരിക്കാൻ അവൻ സമ്മതിക്കൂല. കാരണം നിങ്ങൾ അറിയണം, അള്ളാഹ് ഖുർആനിൽ പറയാണ്, ഓന് ആരാണ്? ഓൻ കഴുതക്കൂട്ടമാണ്, അതിലൊരു കഴുതയാണ്. അവനോ നന്നാവില്ല. പിന്നെ ചില പെണ്ണുങ്ങൾ കരയുന്നുണ്ട്. അതൊക്കെ എപ്പോൾ കരയാൻ തുടങ്ങിയാൽ അറിയോ? 45 വയസ്സ് ആയത് വരെ. 45 വയസ്സ് വരെ ഓളുടെ കൂടെ തോളും പിടിച്ച് ഊരമ്പ കൈവിട്ട് നടന്നത് റോട്ടുമ്മ കൂടെ. അങ്ങനെ തന്നെ മതിയുള്ളവർക്ക്. 45 വയസ്സായപ്പോൾ ആ കുട്ടികൾ ഓരോന്നിങ്ങനെ വലുതാൻ തുടങ്ങി, ഓൾക്ക് മിസ് കോൾ ഇങ്ങനെ വരൽ തുടങ്ങി. അപ്പോഴാണ് ഓക്ക് വേജാറാൻ തുടങ്ങിയത്. മോക്ക് മിസ് കോൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഉമ്മക്ക് തോന്നൽ തുടങ്ങിയത്, എന്ത്, എൻ്റെ ഇതൊന്നും ശരിയല്ല, അടുത്ത തലമുറയും കൂടി കേടുവരും, അതുകൊണ്ട് ഞാൻ നന്നാകാൻ പോവുകയാണ്. അതിനെന്താ പണി? അതിന് ഖിയാമത്ത് നാൾ കേൾക്കുക. കേട്ടോണ്ടെന്താവോ? അപ്പോ ഓക്ക് ഇഷ്ടപ്പെടൂല. കാരണം ഓളെ യൗവനാണ്. ഞാൻ ഈ പറഞ്ഞ ശബ്ദം കേൾക്കുമ്പോ ചില പെൺകുട്ടികളിൽ ഉണ്ടാവും, ഓളെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് അവരുടെ കൽബിൽ ഒരു ചെറിയ തീനാളം വന്ന് പ്രവേശിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈമാന്റെ അടയാളം. അത് തന്നെയാണ് ഈമാന്റെ അടയാളം. ഒരു ചെറിയ തീനാളം ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എന്ത്, ഇത് പറയുമ്പോൾ ശരിയാണ് ആ പറയുന്നത്. പല ആളുകളുണ്ട് ഇത്തരം നല്ല കാര്യങ്ങളോടൊക്കെ നിസ്സഹകരണം കാണിക്കുന്ന ആളുകൾ. അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യം പിടിക്കും. നേരെ മറിച്ച് അവർക്ക് വേണ്ട എന്താ അറിയോ? പാട്ടും കൂത്തും റിയാലിറ്റി ഷോയും, എന്നിട്ട് ഹാഫ് നമ്മുടെ ബ്രസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുക്കാഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക ഒരു പ്രത്യേക രൂപത്തിൽ. അല്ലേ, വേണ്ടില്ലേ? എല്ലാ പെണ്ണും ഈ രാജ്യം കുട്ടിച്ചോറാക്കാനായിട്ട് കോൺട്രാക്ട് നമ്മൾ കരാറെടുക്കൂലേ, അതേമാതിരി കരാറെടുത്തിറങ്ങിക്കുക പെണ്ണുങ്ങൾ. ഞാൻ ഈ രാജ്യം കുട്ടിച്ചോറാക്കി അടുങ്ങുള്ളൂ. അതെ, നിങ്ങൾ നോക്കേണ്ടി, ഒരു ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ, ഒരു വോളിബോൾ കളിക്കുകയാണെങ്കിൽ, വോളിബോൾ അല്ലെങ്കിൽ ഒരു ടെന്നീസ് കളിക്കുകയാണെങ്കിൽ, ഒരു ബാഡ്മിൻ്റൺ കളിക്കുകയാണെങ്കിൽ ആണുങ്ങൾ നല്ല ടൗസറും കുപ്പായോ നോക്കേണ്ടി. പെണ്ണുങ്ങൾ കാണാൻ എത്ര പോകുന്നൊരു ഷെഡ് ഇട്ടിട്ട് ഇങ്ങനെ മറ്റേ ഈ തോണിക്കൊമ്പത്ത് മരക്കൊത്തി കുത്തിരിക്കും പോലെ നടക്കണം. എന്താ ഓൾ ഇങ്ങനെ ആക്കി കുലുക്കിട്ടാളിന് അറിയില്ല എന്താന്ന്. ആരെയാണ് ഓള് കുലുക്കുന്നത്? ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മളെ പെൺകുട്ടികൾ പല കോലത്തിൽ നടക്കുന്നത്. മനസ്സിലെ? അതുകൊണ്ടാണ് ഈ ഖുർആനായിട്ട് കയറാത്തത്. മനസ്സിലെ? അപ്പൊ ഈ ഭാഗത്ത് ഒരുപാട് നാശങ്ങൾ വരുന്നുണ്ട്. അവർക്ക് ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അവര് സിംഹക്കൂട്ടങ്ങളെ കണ്ട് വിരണ്ടോടുന്ന കഴുതകളെ പോലെയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, അതിന്റെ കാരണം പരലോകം എന്ന് പറയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് ഇന്നഹു തദ്കിറ, ഇതൊരു ഉപദേശം മാത്രമാണ്. ഫമൻ ഷാ ദക്കറ വമാ യദ്കുറൂന ഇല്ലാ യശാ അല്ലാഹ്. ഇഷ്ടമുള്ളവർക്ക് ഈ ഉപദേശം, പരലോകം ആഗ്രഹിക്കുന്നവർക്ക് ഈ പരലോക ചിന്തയ്ക്ക് വേണ്ടി പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച വിഷയം മാത്രമാണ്. നിങ്ങൾക്ക് ഈ ആയത്തുകളെല്ലാം ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അത് എടുക്കാൻ കഴിയും, അല്ലാത്തവർക്കൊന്നും കഴിയൂല. ഇനി അതിന് നിങ്ങൾ ബേജാറാവും വേണ്ട. ഭർത്താവ് ഇങ്ങനെയല്ലല്ലോ, എൻ്റെ ഭാര്യ മോശമാണല്ലോ, എൻ്റെ മോൻ ഇങ്ങനെയാണല്ലോ, അതിനൊന്നും നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹിന്റെ ഒരു അർഹതയും കൂടി ആ കുട്ടിക്ക് ഉണ്ടാവേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ഏതായിരുന്നാലും ദുനിയാവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ലോകം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലോകം നമുക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ലോകമായി മാറും ഒരു ദിവസം കേട്ടോ. അതെപ്പോഴാ? നമ്മൾ മരണത്തിന് കീഴ്പ്പെടുമ്പോൾ, അല്ലെ? അപ്പൊ മരണത്തിന് കീഴ്പ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? ഇവിടുന്ന് 1000 ആള് മരിച്ചാൽ ഒരാളെ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. 999 നരകത്തില. ഞാൻ പറയുന്നില്ല. മിൻകുല്ലി അൽഫിൻ 999 ആള് 1000-ൽ ഒരാൾ സ്വർഗത്തിലേക്ക്, ബാക്കി 999 നരകത്തിലേക്ക്. അതിൽ ഏതിൽ പെടണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് അവസരമുള്ള സന്ദർഭമാണ് ഇപ്പോൾ. അത് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. യഥാർത്ഥത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഏറ്റവും കൂടുതൽ നരകത്തിൽ സ്ത്രീകളാണ്, ഏറ്റവും കൂടുതൽ സ്വർഗത്തിലും സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ നരകത്തിൽ സ്ത്രീകളാന്ന് പറയുമ്പോൾ ആണുങ്ങൾ വിചാരിക്കും ബാക്കി നമ്മളാണ് ഇരിക്കുന്നു. അല്ല, അതും പെണ്ണുങ്ങൾ എന്നാ സ്വർഗത്തിലും കൂടുതൽ. ആണുങ്ങൾ സ്വർഗത്തിൽ കുറവേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളെ ആങ്ങളായാലും നിങ്ങളെ ഭർത്താവായിരുന്നാലും നിങ്ങളെ വാപ്പായിരുന്നാലും ആരായിരുന്നാലും ആണുങ്ങൾ വളരെ കുറയും. കാരണം പെണ്ണുങ്ങൾക്ക് ഉപദേശം കേട്ടാൽ ഒരു ചെറിയ സമയത്തേക്കെങ്കിലും അതൊരു ശരിയാണ്. എൻ്റെ ജീവിതം ഞാൻ തിരുത്തേണ്ടതുണ്ട്, എനിക്കൊരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞാൻ പരലോകത്തേക്ക് പോകുന്ന മുമ്പ് അത് തീർക്കേണ്ടതുണ്ട്. ഇപ്പോൾ അള്ളാഹു ഇതാ അവിടെ കുലുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുലുക്കലിന് അവസാനം ഒരു കുലുക്കൽ ഉണ്ട് അള്ളാന്റെ. ആ കുലുക്കലിനെ പറ്റി അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളോട് പറയാം, ആര് പറഞ്ഞാലും എന്തൊക്കെ എങ്ങനൊക്കെ പറഞ്ഞാലും ഒരു ധാർമ്മികമായ വസ്ത്രധാരണം പോലും അണിയാൻ പരലോക ചിന്ത എന്ന് പറയുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ചിന്തല്ലാത്ത ഒരു പെണ്ണിനും കഴിയില്ല, സംശയിക്കണ്ട. ഇനി ആരെങ്കിലും അങ്ങനെ അണിയുണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക വേഷമല്ല. ആണോ? പെങ്ങളൊക്കെ ഇസ്ലാമിക വേഷ അല്ല. നിങ്ങളെ മുഖം നല്ല റൗണ്ട് ഷേപ്പാക്കാൻ പറ്റുന്ന കോലത്തിലാക്കിയല്ലത് അല്ലേ? അല്ല, ഞങ്ങൾ ഇടൂല. നിങ്ങളെ മുഖം പെട്ടെന്ന് റൗണ്ട് ഷേപ്പാകാൻ, അത് തന്നെ വല്ലാണ്ട് റൗണ്ട് ഷേപ്പ് വരുന്നില്ലെങ്കിൽ മക്കനെ കൊണ്ട് മുന്നോട്ട് നീക്കി 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 റൗണ്ട് ആക്കും. ഓർക്ക് നെറ്റി വളരെ കുറവായിരിക്കും, നെറ്റി ഉണ്ടാവില്ല. കാരണം ഇത് റൗണ്ട് ആക്കുമ്പോൾ നെറ്റി പോയി പോവുകയാണ്. ഗൾഫിലെ ബിൽഡിംഗ് പോലെ അതിന് പ്രൊജക്ഷൻ കുറവാ. മനസ്സിലെ? അപ്പൊ നിങ്ങളെ ഭംഗിക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങളിത് പരലോക ചിന്തയിലൊന്നും വന്നിട്ടതല്ല. പിന്നെ വേറെ കുറെ പെണ്ണുങ്ങളുണ്ട്. എന്തുകൊണ്ടാ ഇത് ഇടാൻ കാരണം? മൂപ്പർക്ക് ഇത് ഇടാണ്ടക്കാൻ പറ്റൂല, അതുകൊണ്ടാ. എനിക്ക് തീരെ ഇഷ്ടമല്ല, എനിക്ക് കഴിച്ചിടാനാണ് ഇഷ്ടം. പക്ഷെ മൂപ്പര് അമ്മയ്ക്കണ്ട കഴിക്കേ, അതുകൊണ്ടാ. എന്നിട്ടെന്താ നേടി കഴിച്ചിട്ടോല് എന്താ നേടിയത്? ഒരുപാട് കഴിച്ചിട്ട് അവസാന ജീവിതം കുളന്തോണ്ടി അല്ലേ? അങ്ങനല്ലേ? സിനിമ ആർട്ടിസ്റ്റുകളും സീരിയൽ ആർട്ടിസ്റ്റുകളും ഒക്കെ എന്താ ആയത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഓലക്കല്ലേ നമ്മളുടെ മാതൃകാ വനിതകൾ. അവരുടെയൊക്കെ ജീവിതം കുളം തോണ്ടിക്കെടുക്കുകയാണ്. അവരെപ്പറ്റി ഓരോരുത്തരുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന അവരെപ്പോലെ ഇത്രമാത്രം ദുനിയാവിൽ വേദന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹം വേറില്ല. ഓല് ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് വളരെ മനോഹരമായി നമ്മളോട് സംസാരിക്കുകയാണ് കേട്ടോ. ഈ ഖുർആനുമായി ബന്ധപ്പെട്ടാൽ അലാ ബിദിക്രില്ലാഹ് തത്മഇന്നൽ ഖുലൂബ്, പടച്ച തമ്പുരാന്റെ ആദർശവുമായി ബന്ധപ്പെട്ടാൽ, ഇസ്ലാമുമായി ബന്ധപ്പെട്ടാൽ മനുഷ്യന് മനസ്സമാധാനം ദുനിയാവിലുണ്ടാവും, പരലോകത്തോ ഏറ്റവും സുഭിക്ഷമായ ജീവിതവും പോലെ രണ്ടും കിട്ടും. എന്തിനിത് പോക്കുന്നു? ഇവിടുന്ന് ഇനിയിപ്പൊ നമ്മള് തോന്നിയ പോലെ ജീവിച്ചിട്ടോ ചവറ് പോലെ ആവൂലേ അല്ലേ? സുമ്മ യക്കൂനു ഹുത്താമ എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞു കൊടുത്തെത്തൂലേ? ചവറ് പോലെ ഉണ്ടാവും അല്ലെ? ഓരോരുത്തരുടെ മോന്തമൽക്ക് സ്വന്തം മക്കള് പോലും ഉമ്മന്റെ കൈ പിടിക്കൂല. കാരണം അത്രമാത്രം ചുക്കി ചുളിഞ്ഞ്, കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കണില്ല, കൈ പിടിക്കാൻ ആർക്കും ഇഷ്ടമില്ല. അതിന്റെ മുമ്പ് ആ അമ്മന്റെ കൈ പിടിക്കാൻ എത്ര ആണുങ്ങൾ നടന്നതേ പിടിക്കാൻ കിട്ടായിട്ടേ അല്ലേ? ലേശം കാണാൻ അഴകും ചന്തും ഉണ്ടെന്ന് തോന്നിയാൽ എല്ലാരും കൈ പിടിക്കും അല്ലേ? ഈ ചില പെണ്ണുങ്ങൾ തന്നെ ഉമ്മാനെ എങ്ങനാ താങ്ങാൻ പറ്റൂല, അത്രമാത്രം ശരീരമൊക്കെ എനിക്ക് എന്തോ അറപ്പ് തോന്നുക. പിന്നെ എല്ലാവരും കൂടി തൊടുമ്പോൾ ഏർത്തി അൻസത്തി എല്ലാം കൂടി ഒന്ന് തൊട്ടതങ്ങോട്ട് പോകണ്ട കുളിപ്പിക്കാനൊക്കെ. അതൊരു പെണ്ണ് തന്നെയാണ്. നിങ്ങളമ്മ എന്ന് പറഞ്ഞത് യൗവനം തീർത്തറിയ പെണ്ണാണത്. അപ്പോ നമ്മൾ ആലോചിക്കണം, എന്ത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ തീർക്കാനുള്ളതല്ല, വളരെ ശ്രദ്ധയോടുകൂടി ജീവിച്ചു തീർക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ ലോകം അള്ളാഹു അവസാനിപ്പിക്കും. അത് പല സൂറകളിലും അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ? ഖുർആനിൽ ചെറിയ സൂറയിലൊക്കെ നമ്മൾ സാധാരണ ഓതുന്ന ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി കിട്ടുകിട്ട് അങ്ങനെ വറക്കും. ഭൂമി കിട്ടുകിട വറക്കും, ഒരു സ്ഥലത്തല്ല വറക്കുന്നത് ഭൂമി. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്കാലഹ, ഭൂമി അതിന്റെ ഭാരങ്ങളുണ്ട് പുറത്തേക്ക് തള്ളും. ഈ ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവൻ തള്ളും. ഖുർആൻ പറയുന്നു, യൗമ യുൻഫഖു ഫിസ്സൂരി നഹ്ശുറു വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന കുറ്റവാളികളായ ആളുകളെ നീല നിറത്തോടു കൂടിയാണ് അത്ര അള്ളാഹു ഒരുമിച്ച് കൂട്ടുക. സുർഖൻ എന്ന് പറഞ്ഞാൽ നീല നിറ. ഓല പ്രത്യേകം കണ്ടാൽ അറിയാം, ഓല നറങ്ങണ്ടാ തന്നെ ഓല് നരകത്തുള്ള. ഇനിയിപ്പോ
നീല ഉള്ള ആൾക്കാരെ കണ്ടാൽ ഉറപ്പായി, മനസ്സിലായില്ല? അത് ഞമ്മക്കാവുമോ എന്നുള്ള നോക്കണ്ടത്. ആ നീല നിറം അമ്മക്കാവുമോ എന്നാ നോക്കേണ്ടത് കേട്ടോ. ഉജൂഹി യൗമൈദിൻ നാദിറ, കുറെ ആളുകളുടെ മുഖം അള്ളാഹു കാഹളത്തിൽ ഊതി ഭൂമി കിടുകിട വിറപ്പിച്ച് ഖബറിൽ നിന്ന് മയ്യത്തുകളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് ഭൂമിന്റെ ഭാരങ്ങളെല്ലാം അള്ളാഹു ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് തള്ളുമ്പോൾ അള്ളാഹുവിന്റെ കുറ്റവാളികളായി ജീവിച്ച, ഈ തമ്മാടികളായി ജീവിച്ച, ഈ പരലോക ചിന്തയില്ലാതെ ജീവിച്ച, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ ആഖിറത്തിനെ പറ്റിയുള്ള ചിന്ത ഉണ്ടാവണം. നിസ്കരിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി അയക്കണം, സദഖ കൊടുക്കുന്ന അതിനു വേണ്ടി അയക്കണം, ഹജ്ജ് ചെയ്യുന്നത് അതിനു വേണ്ടി അയക്കണം, ഉംറ ചെയ്യുന്നത് അതിനു വേണ്ടി അയക്കണം. അതിലുള്ള ഉൾപ്പെടില്ല. ഉംറക്ക് പോകുമ്പോൾ സൗദി അറേബ്യ ഒന്ന് കാണണം. ഇതുവരെ പ്ലെയിനിൽ കയറിയില്ല, ഒന്ന് കയറും വേണം. അണ്ടും നടന്ന് അല്ലേ? സാധാരണ ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എങ്ങനെ വരണം? പൈതമക്കളെ പോലെ വരണം അല്ലേ? പൈതമക്കൾ പറഞ്ഞാൽ നല്ല മനസ്സുള്ള, ഒരു തകരാറില്ലാത്ത അല്ലേ? നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എന്താ പറയുക അറിയോ? എല്ലാ പരിപാടി നിർത്തിവെക്കുക, ഞാൻ പോയി എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴൊന്നും പറയണ്ട, കാരണം ഇപ്പൊ തർക്കം പാടില്ല, ജിദാല് പാടില്ല, അങ്ങനത്തെ റഫസ് പാടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. തൽക്കാലം ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് ഈ ചെറിയ കുട്ടി എന്തായി മാറൂ? തിരിച്ചു വരുമ്പോ ചെറിയ കുട്ടിയാണല്ലോ, ഗുണ്ടാസംഘ തലവനായിട്ടാ വരിക. ഗുണ്ടാസംഘത്തിലെ മെമ്പറല്ല തലവൻ. എന്താ കാരണം? പോയതൊന്നും ഈ ചിന്തക്ക് വേണ്ടിയല്ല. ഈ ലോകം അവസാനിപ്പിക്കുമ്പോൾ തന്റെ റിക്കാർഡ് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ തനിക്ക് അനുഗുണമായ രൂപത്തിലാവണം ഈ ഹജ്ജ്, തനിക്ക് അനുഗുണമാവണം ഈ ഉംറ, തനിക്ക് അനുഗുണമാകണം ഈ റമളാനിലെ ക്ലാസ്സിന് പോലും വരുന്നത്. യൗമുൽ ആഖിറത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടായിരിക്കണം. ഇതിലൊരു പടച്ചോനെ, നിന്റെ പരലോകത്ത് ഈ രംഗം അള്ളാഹു ഹാജരാക്കുമ്പോൾ അതിൽ ഞാനും ഒരു കണ്ണിയായല്ലോ, ആ നിലക്കാ വരണ്ടേ കേട്ടോ. ഈ ഖുർആൻ വിശദീകരിക്കുന്ന സദസ്സിൽ ഞാനൊരു കണ്ണിയാണല്ലോ. ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഒരു പോയിന്റ് അള്ളാഹുലേക്ക് കിട്ടൂലേ? അപ്പോ ആ നിലക്ക് ചിന്തിച്ചുകൊണ്ടായിരിക്കണം കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തേണ്ടത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മൾ പരലോകത്തെത്തുമ്പോ ഖിയാമത്ത് നടന്ന് ലോകം അവസാനിപ്പിച്ച് അള്ളാന്റെ കോടതിയിലേക്ക് നമ്മൾ വരുമല്ലോ. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറത്തേക്ക് തള്ളും. അപ്പോ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി അള്ളാന്റെ കോടതിയിൽ റിസൾട്ട് അറിയാൻ വരും. നമ്മളൊക്കെ റിസൾട്ട് അറിയാനില്ല, നീല നിറം കണ്ടാൽ തന്നെ റിസൾട്ടായി. അങ്ങനെ എന്നാലും ഞമ്മക്കുണ്ടാവുമല്ലോ ചില കുട്ടികളെ സ്കൂളിൽ തോറ്റോ ജയിച്ചെന്നുള്ളത് എഴുതി വെച്ചിട്ട് എഴുതിയില്ല. എന്നാ ചിലവർ പറയും എന്താ അറിയോ, എഴുതിയാൽ മറന്നതായിരിക്കും, ഒന്ന് പോയി നോക്കുക ഓഫീസ് റൂമിൽ, എൻ്റെ പേര് അതിലില്ലല്ലോ എന്ന് മാഷോട് പറയാൻ. അപ്പൊ ചിലർ മാഷോട് പോയി പറയും അതിലില്ല, എന്നാ തോറ്റ തന്നെയാണ്. അപ്പോ തോറ്റില്ലേ, എന്നാ ഇനി പഠിപ്പ് തന്നെ നിർത്തുക. പല തരക്കാരാ അല്ലേ നമ്മൾ കാണുന്ന ആൾക്കാർ. അപ്പോ ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറത്തേക്ക് തള്ളി, യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വർത്താനമൊക്കെ അള്ളാഹിനോട് പറയും. ഭൂമി എന്തായിട്ട് വർത്താനം പറയാ? ഭൂമിക്ക് എന്താ വർത്താനം പറയാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തിനോട്, അത്തദ്റൂന, നിങ്ങൾക്കറിയുമോ മാ അഖ്ബാറുഹാ, അതിന്റെ വർത്താനം എന്താന്ന്? സഹാബത്ത് പറഞ്ഞു, നബിയെ അമ്മക്ക് അങ്ങനെ അറിയാം, അള്ളാഹു റസൂലിനും അറിയാം, വഹി കിട്ടുന്ന നിങ്ങൾക്കല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിൽ വെച്ച് ആരൊക്കെ എന്തൊക്കെ എവിടൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ചെയ്തു, എന്തെല്ലാം വഞ്ചിച്ചു, എന്തെല്ലാം പറ്റിച്ചു, എങ്ങനെയൊക്കെ കളവ് പറഞ്ഞു, എന്തൊക്കെ ചെയ്തതെന്ന് കൃത്യമായി ഭൂമി അങ്ങോട്ട് പറയും. ഇവൻ ഇന്ന സ്ഥലത്ത് വെച്ചാ എന്നത് പറഞ്ഞത്, ഇന്ന സ്ഥലത്ത് വെച്ചാ എന്നെ ചെയ്തത്, ഭൂമി അങ്ങോട്ട് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനും നിങ്ങൾ കഴിച്ചിലാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കഴിച്ചിലാവില്ല അല്ലേ? കഴിച്ചിലാവില്ല. ഇപ്പം അമ്മ ഒരൊറ്റ വാക്കുകൊണ്ട് ഉത്തരം പറഞ്ഞു. പക്ഷെ നമുക്കൊരു മാർഗമുണ്ട്. തെറ്റുകൾ പറ്റിപ്പോയി. തൂബൂ ഇലല്ലാഹ് അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ അള്ളാഹുലേക്ക് കേറിച്ച് മടങ്ങിയാൽ മതി. അള്ളാഹു മാപ്പ് തരാൻ തയ്യാറുണ്ട്. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ റബ്ബിനോട് അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹ് പറഞ്ഞത്. കാരണം വിശ്വാസമുള്ള ആളുകൾക്കും വരാൻ തെറ്റ് അല്ലേ? അതുകൊണ്ട് തൂബൂ ഇലല്ലാഹ് ജമീഅൻ, എല്ലാവരും അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക. അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി, വിജയിക്കണമെങ്കിൽ അത് വേണം കേട്ടോ. അപ്പോ ലോകം പടച്ച തമ്പുരാൻ അവസാനിപ്പിക്കും. ഈ ലോകം അള്ളാഹു അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് ഭൂമിക്ക് ഇടുകിട്ടങ്ങനെ വിറക്കും വെച്ചിട്ട് അല്ലേ? അപ്പൊ അതിന്റെ ഭാരങ്ങളൊക്കെ പുറത്തേക്ക് തള്ളും. അങ്ങനെ പുറത്തേക്ക് തള്ളി വരുമ്പോൾ നമ്മൾ എല്ലാവരും പരലോകത്തെത്തുമ്പോൾ നമ്മളെ
കാര്യം ആലോചിച്ച് നോക്കി. ഖുർആൻ പറയാം യതഖാതഫൂന ബൈനഹും ഇൻ ലബിസ്തും ഇല്ലാ അശ്റ. 60, 70, 80, 90 വയസ്സായിട്ട് ഭൂമിയിൽ നിന്ന് മരിച്ച ആളുകൾ പറയും നമ്മളാകെ 10 ദിവസമാണ് ഭൂമിയിൽ നിന്നത്. നമുക്കൊരു 10 ദിവസം നിന്ന മാതിരിയ. കാരണം അവിടുത്തെ നിപ്പജാദ്യ എല്ലാം മറന്നുപോകും, എല്ലാരും മറന്നുപോകും. ഭാര്യനെ ഭർത്താവിന് ഓർമ്മയില്ല, ഭർത്താവിന് ഭാര്യയ്ക്ക് ഓർമ്മയില്ല. എപ്പോഴൊക്കെ ചിലർ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനെ ആലോചിക്കും. എപ്പോഴും അറിയാം, കുടുങ്ങുമ്പോൾ. മരിച്ചുപോയ ഭർത്താവിനൊക്കെ ആലോചിക്കും കുടുങ്ങുമ്പോൾ, അല്ലേ? മക്കളോടൊക്കെ അമ്മ പറയും ബല പള്ളാമിയത്ത് അല്ലാ പള്ളാമിയത്ത് സൂര്യ കൊടുത്തില്ല, അത് വേറെ വിഷയമാണ്. ഇപ്പം അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയും. എന്താ കാരണം അറിയാം? ഇടയ്ക്കിടയ്ക്ക് മക്കളെ ചോറ് തീച്ചോറാണ്, അത് വാരി തിന്നാൻ തുടങ്ങി, അല്ലേ? അത് വാരി തിന്നാൻ തുടങ്ങിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മക്കൾ പറയും വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം വേണ്ട, എൻ്റെ പെണ്ണുക്കനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി പോലെ. അപ്പം ഉമ്മ ഓളാണോ എന്നെ പറ്റത് ഞാനാണോ? അപ്പോൾ ഓന് പെറ്റ കണക്കല്ല ചോദിച്ചത്, ഇവിടെ നിൽക്കാൻ പറ്റുമോ? അപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് മോളൊക്കെ വിരുന്ന് വരുമ്പോൾ മോളോട് അല്ലാ ഇപ്പം എങ്ങനെയാ ഞാൻ ഇവിടെ നിൽക്കുന്ന അറിയോ? മുള്ളുമേൽ നിൽക്കുക. എന്നോടാരെ മുള്ളുമേൽ നിൽക്കാൻ പറഞ്ഞ്? ആ മുള്ളുമേൽ ഇജ്ജ് നിൽക്കണം. ആ മുള്ളുമേൽ നിൽക്കുമ്പോൾ ഇജ്ജ് പറഞ്ഞ എന്താ അറിയോ? പടച്ചോനെ, ഈ വിധി എനിക്ക് നീ നൽകിയത് സ്വർഗത്തിനാണെങ്കിൽ പടച്ചോനെ ക്ഷമാപൂർവ്വം ഞാൻ ക്ഷമിക്കുകയാണ്. ഇനി അതിനൊന്നും മറുപടി ഇല്ല. മക്കൾക്കിതിൽ പ്രാർത്ഥിക്കാനോ മക്കളുടെ നേരെ മറിച്ച് അനുഗുണമായി പടച്ചോനെ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. എന്നല്ലാതെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഓലൊക്കെ ഇങ്ങോട്ട് വലുതായി പീച്ചം വിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ ഈ തുണി അയച്ചിട്ടൊക്കെ വെറുതെ ആയിപ്പോയി കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ലോകമാണ്, അല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ ജീവിക്കുന്നിടത്ത് നിങ്ങളെ മോക്കൊരു ലോകം, ഉമ്മക്ക് വേറെ ലോകം തന്നെ. ഉമ്മന്റെ ലോകം മോൾ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല, മോക്ക് ഇഷ്ടമല്ല, അത് കേൾക്കണ്ട. ചിലന്മാര് വർത്താനം പറയാൻ മോളോട് വന്നാൽ ഉണ്ടണ്ട വെറുതെ എത്താൻ പറഞ്ഞു. നിങ്ങളോട് എനിക്കൊന്നും പറഞ്ഞെനിക്ക് ഇഷ്ടമല്ല. ഉമ്മ ബേജാറായി പോകും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പഠിച്ചവനെ റമളാനിലെ നോമ്പ് നോറ്റിട്ടാണ് റബ്ബെ എന്നോട് ഞാൻ പറയുന്നത് ഓക്ക് ജി കൊടുക്ക് അങ്ങനെ പറയരുത്. ലാത്തതുപോലെ ഔലാദിക്കും മക്കൾക്ക് എതിരിൽ ദ്വാരക്കരുത് കേട്ടോ. എതിരിൽ ദ്വാരക്കരുത്. നിങ്ങൾ ദ്വാരക്കണ്ട, കൊടുക്കേണ്ടത് അല്ല കൊടുത്തോളൂ. നിങ്ങൾ ദ്വാരക്കേണ്ട ആവശ്യമില്ല. ഓൻ്റെ പണിക്കുള്ള കൂലി അല്ല അവിടുന്ന് കൊടുക്കും. അതിനാണുള്ള ഈ ഖിയാമത്ത്. ഓൻ്റെ ജോലിക്കുള്ള കൂലി അവിടുന്ന് കൊടുക്കും. അപ്പൊ 10 ദിവസം എന്നാ തോന്നുക ആർക്ക്? സ്വർഗത്തിൽ നരകത്തിലേക്ക് പോകേണ്ട ആളുകൾക്ക് കേട്ടോ. അപ്പൊ ഏതായിരുന്നാലും ഖിയാമത്ത് എന്ന് പറയുന്നത് ഭൂമി കിടുകിട വറക്കും. അൽ കാര്യത്തും അൽ കാര്യ, പ്രകമ്പനം കൊള്ളുന്ന ഖുർആൻ പറഞ്ഞു. ഒമാദറാക്ക അൽ കാര്യ, എന്താണ് കാര്യത്ത് നിനക്കറിയാമോ? യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്, ചിന്നിച്ചിതറപ്പെട്ട പൂമ്പാറ്റകളെ പോലെ മണ്ണിന്റെ അടിയിൽ നിന്ന് പൂമ്പാറ്റ വരുന്നില്ലേ ആദ്യത്തെ മയക്ക്, അതേമാതിരി ആ മനുഷ്യന്മാര് കബർന്ന് നീച്ചു വരിക. ഇപ്പൊ പൂമ്പാറ്റ പൊടിയുമ്പോൾ നമ്മൾ പറയല്ലേ മഴ ഇത് ഈ പാറ്റ പൊടിയുമ്പോൾ മനസ്സിലാക്കണം ഇങ്ങനൊരു പൊടിച്ചിലാണ് കബർന്ന് നമ്മൾ നീറ്റ് വരിക കേട്ടോ. അപ്പോഴോ ഇവിടുത്തെ ഭൂമി ഇങ്ങനെ കിടുകിട വറക്കുമ്പോഴേ അള്ളാഹു പർവ്വതങ്ങളൊക്കെ എന്താക്കുന്നറിയോ? പടച്ച തമ്പുരാൻ പറഞ്ഞത് അള്ളാഹു പർവ്വതങ്ങളെ എന്താക്കുമെന്ന് സഹാബത്ത് ചോദിച്ചു. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ പർവ്വതവും മലയും കുന്നൊക്കെ അള്ളാഹു എന്താ കാട്ടാൻ? യസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങൾ അള്ളാഹു എന്താണ് കാണിക്കുക? അത് ശക്തമല്ലേ? അത് അള്ളാഹു എന്ത് ചെയ്യും? മറുപടി പറഞ്ഞു ഫഖുൽ യൻസിഫുഹാ റബ്ബി നിസ്ഫാ, എന്റെ റബ്ബതെല്ലാം തകർത്ത് തരിപ്പണമാക്കി മണൽ പോലെയാക്കും. ഫയദറുഹാ ഖാൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജം വലാ അംതാ, കുണ്ടും കുഴിയുമില്ലാതെ നേരെയുള്ള ഒരു മൈതാനം കണക്ക് അല്ലാഹു ലോകത്താക്കിയിട്ടുണ്ടാവും. പരലോകം എന്ന് പറയുമ്പോഴേ അങ്ങനെ ആക്കും. അതിനു വേണ്ടിയാണ് പടച്ച തമ്പുരാൻ ഭൂമി ഇങ്ങനെ കിടുകിട വിറപ്പിച്ചത്, അങ്ങനെ വിറപ്പിച്ച് പ്രകമ്പനം കൊള്ളിപ്പിച്ചത്, കബർന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഖുർആനിൽ അല്ലാഹു പറയുന്നു ഇദസ്സമാഉൻ ഫതറത്ത്, ആകാശം തകർന്നു വീഴും. വൈദൽ കവാകിബുൻ തസറത്ത്, താരകങ്ങൾ ചിതറി താഴെ വീഴും. നക്ഷത്ര കുടുംബങ്ങളെല്ലാം താഴെ വീഴും. ലോകം അവസാനിക്കുമ്പോഴേ ഇദസ്സമാഉൻ ഫതറത്ത് വൈദൽ കവാകിബുൻ തസറത്ത് വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, സമുദ്രങ്ങളെ അല്ലാഹു ഒന്നായിട്ട് ഒഴുക്കി പുറത്തേക്ക് വിടും കേട്ടോ. ഭൂമി മുഴുവൻ വെള്ളം നിറഞ്ഞ എല്ലാ സ്ഥലത്തും വെള്ളം താന്നു. ഇനി അവിടെ കടലില്ല, അതും കരയാണ്. വൈദൽ ബിഹാർ ഫുജ്ജിറത്ത് വൈദൽ ഖുബൂർ ബുസിറത്ത്, ഖബറുകൾ തുറന്നങ്ങ് വിടും. അതാണല്ലോ ചോദിച്ചത് അഫലാ യഅലമു ഇദാ ബുസിറ മാ ഫിൽ ഖുബൂർ,
മൻഷൂർ. ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മനുഷ്യ നിന്റെ അവസ്ഥ എന്താണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവിടെ രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് പരിശോധിച്ചു നോക്ക്. നിന്റെ നിറം നീല നിറമാണോ അതോ വെള്ള നിറമാണോ നീ ഒന്ന് പരിശോധിക്ക്. അങ്ങനെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസം പിടിച്ചൊരവസ്ഥ വേറെ ഉണ്ടാവില്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്ന് യുനബ്ബഉൽ ഇൻസാനു യൗമൈദിൻ ബിമാ ഖദ്ദമ വഅഖറ. ചെയ്യാതെ വിട്ടുകളഞ്ഞത്, അല്ല പറഞ്ഞതിന്റെ അപ്പുറം ചെയ്തത്, തമ്മാടിത്തങ്ങളായി ചെയ്തത് ഒക്കെ അല്ലാഹു ബോധ്യപ്പെടുത്തും. ഇന്ന ദിവസം ഇന്ന രൂപത്തിൽ ചെയ്തു. എൻ്റെ മോളെ കല്യാണം ഇങ്ങനെയായിരുന്നു, എൻ്റെ മോളെ തക്കാരം ഇങ്ങനെയായിരുന്നു, എൻ്റെ വീട്ടിൽ അല്ല പറഞ്ഞതുപോലെ ആയിരുന്നില്ല, എൻ്റെ വീട്ടിൽ ദുർവിനിയോഗമായിരുന്നു. ഇത് പട്ടിണി കിടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നീ അറിഞ്ഞില്ല. ഒരൊറ്റ 2 ദിവസം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തരിച്ച മാവ് കൊണ്ട് ഭക്ഷണമുണ്ടാക്കി അപ്പമുണ്ടാക്കി തിന്ന ജീവിതം റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ല. പ്രവാചകത്വം ലഭിച്ചത് മുതൽ മരണം വരെ എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് കോടിക്കണക്കിന് ഉറുപ്പിയുടെ മുതൽ കടലിൽ കൊണ്ടുപോയി തള്ളുന്നു അല്ലേ? ഇപ്പൊ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കലുണ്ട്? ഇന്നലെ ഉണ്ടാക്കിയ ഇന്ന് പറ്റൂല. അത് മനസ്സിലാ? ഇന്നലെ സമൂസ, ഇന്ന് സമൂസ മൂപ്പർക്ക് പറ്റൂല. നമുക്കൊരു കാര്യം ചെയ്യാം, മണ്ട ഉണ്ടാക്കാം. കാരണം അയാൾക്കില്ലാത്തത് അതാ, അയാൾക്കില്ലാത്തൊരു മുതലതാ, അത് ഉണ്ടാക്കി കൊടുക്കുക അല്ലേ? അപ്പൊ മണ്ട ഉണ്ടാക്കി. മണ്ട ഒരു ദിവസം തിന്നപ്പോഴോ ഇനി മണ്ട മൂപ്പര് തിന്നുന്നില്ല. മൂപ്പര് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, മീൻപത്തിരി ആക്കുന്നത്തത്. അങ്ങനെ മീൻപത്തിരി അത് ഇതൊക്കെ ഇങ്ങനെ തിന്നിങ്ങനെ നിറഞ്ഞ് നടക്കുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിന്നണ ചോറൊക്കെ എല്ലുമിൽ ഒന്ന് കുത്തിയിട്ടാണ് നമ്മളെ കൊണ്ട് വേണ്ടാത്തൊക്കെ ചെയ്യിക്കുന്നത്. തിന്നിട്ട് നേരിട്ട് ഇറങ്ങി അപ്പിയായിട്ടാണ് പോണില്ല. അതിന് പകരം ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഓരോരോ സ്ഥലത്ത് കുത്തും. കുത്തുമ്പോഴാണ് ഓരോന്ന് തോന്നുക. മനസ്സിലല്ലേ? ഞമ്മക്ക് പ്രയാസമില്ല ഉള്ള സമയമാണ് നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തോന്നുമോ? ഇല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സുഖല്ല മൗലവി, ഇതാർക്കേണ്ടി സുഖമായാലോ? കുന്നന്തേള് വായ്പല പായല്. ചില പെണ്ണുങ്ങളുണ്ടല്ലേ നിസ്കരിക്കുന്നതുകൾ, നിസ്കരിക്കുമ്പോൾ ഇരുന്ന് നിസ്കരിക്കും. നമ്മൾ ചോദിക്കും പാവത്തിന് കൊയങ്ങിക്കിനയിക്കുന്നു. സലാം വീട്ടിയാൽ കാണാതെ കഴിച്ചിട്ട് ഒറ്റ പാച്ചില്. അപ്പം ഇതെന്തൊരു കോളാണ്, മനസ്സിലാ? ഈ 2 തല ഉള്ള ഒരു തരം പാമ്പുണ്ട്. അതിൻ്റെ പേരെന്താ? ചേനത്തണ്ടൻ. തല ഏതാ വാലേതാ തിരിയില്ല. അങ്ങനെ പെണ്ണുങ്ങൾക്ക് കുഴക്കുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. കാരണം കുഴക്കുണ്ടല്ലോ ഇല്ലെങ്കിലും വേണ്ട, നിസ്കരിക്കുന്നത് ഇരുന്ന് നിസ്കരിച്ചാൽ മൂപ്പരിക്കെങ്കിലും തോന്നട്ടെ ഞാൻ ക്ഷീണിച്ചിരിക്കണെന്ന്. ഇല്ലേ മക്കൾക്ക് തോന്നട്ടെ, എൻ്റെ മോള് പണിയെടുക്കാനെങ്കിലും തോന്നട്ടെ ഞാൻ ഇരുന്നാ നിസ്കരിക്കുന്നത്. മനസ്സിലായേ? അങ്ങനെ മോളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വരെ ഉമ്മ ഇരുന്ന് നിസ്കരിക്കും. വെറും തരികിട അല്ലേ? മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രൂപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു വസ്തുവിന് ഉപകാരമില്ലാണ്ട് അല്ലേ? അതൊക്കെ നിങ്ങൾ അറിയണം. ഏതാട്ടെ പടച്ചതമ്പുരാൻ പറയുന്നു ഇന്നഹു മൻ യഅതി മുജ്രിമൻ. ലോകം അവസാനിപ്പിച്ച് റിക്കാർഡ് അല്ലാഹു കയ്യിൽ കൊടുക്കുമ്പോൾ ആരെങ്കിലും കുറ്റവാളി ആയി എത്തിയാൽ ഫൈനലഹു ജഹന്നം, അവന് നരകമാണ് അല്ലാഹു ഒരുക്കിയിരിക്കുന്നത്. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ ജീവിതവും മരണവും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് വമൻ യഅതി മുഅ്മിനൻ ഖദ് അമില സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈമാനോടുകൂടി ജീവിച്ച് അല്ലാഹുവിന്റെ നിയമം അനുസരിച്ച് ജീവിച്ച് ഒരു ദുർവ്യയം ചെയ്തില്ല, ആരെയും ദ്രോഹിച്ചില്ല, ആരോടും പക കാണിച്ചില്ല, ആരോയും അസൂയ പുലർത്തിയിട്ടില്ല. നല്ല മനസ്സ്, വിശുദ്ധമായ ശരീരം, വിശുദ്ധമായ മനസ്സ്, ഇത് രണ്ടുമായി പരലോകത്തെത്തിയാൽ അവർക്ക് അല്ലാഹു സ്വർഗത്തോപ്പിൽ ഉന്നതമായ പദവി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോ പടച്ച തമ്പുരാന്റെ കോടതിയിൽ നമ്മൾ ഇനി എത്തിയാലോ? ഇവിടുന്നൊക്കെ ഞാനിപ്പോ പറയാം, നിങ്ങളത് ചെയ്തില്ലേ? അത് ചെയ്തിന്, അത് ചെയ്യാണ്ടായ കാരണം മൗലവിക്ക് അറിയോ? ഞാനല്ല കാരണം, മറ്റോല. ന്യായം ഭയങ്കര അല്ലേ? എന്ത് പറഞ്ഞാലും, ഏത് കാര്യം പറഞ്ഞാലും നിങ്ങളെന്താന്ന് ഇങ്ങനൊക്കെ ഭക്ഷണം ഇങ്ങനെ നിന്ന് തിന്നുന്നത്? എന്താ ചെയ്യാ? ഫ്ലാറ്റല്ല ഇപ്പോ. കല്യാണം കഴിക്കാതാരുണ്ടോ? കല്യാണം ഇങ്ങനെ കഴിക്കുന്ന ആരാ പറഞ്ഞത്? ആരാ എന്നോട് പറഞ്ഞത്? ഇസ്ലാമിലുണ്ട് അങ്ങനെ നിയമം? അപ്പൊ മൗലവി നമ്മൾ പലയിടത്തും പോയി തിന്നില്ലേ, അതിന് പകരം അടിക്കേണ്ട ഗോള്? മനസ്സിലേ? ഫുട്ബോൾ കളി പോലെ എപ്പോഴത്തെ ജീവിതം. ഒരു 2 അങ്ങോട്ട് അടിച്ചു, അപ്പം 3 അങ്ങോട്ട് അടിക്കണോ അല്ലേ? അതാ പിന്നെ ചെയ്യുന്നത്. 2 തമ്മാടികൾ കൂടി 2 തമ്മാടുത്തം ചെയ്ത്, അപ്പൊ 3 തമ്മാടികൾ അതിനെന്ത് ചെയ്തു? 3 തമ്മാടുത്തം കൊണ്ടാണ് ഉത്തരം പറഞ്ഞു. അങ്ങനല്ലേ? ഇപ്പൊ കണ്ടില്ല നിങ്ങൾ? ഏർത്തിന്റെ മോക്ക് അൻസത്തി, ഏർത്തിന്റെ മോള് പ്രസവിച്ചപ്പോ അൻസത്തിന്റെ മോള്, അൻസത്തി എന്ത് ചെയ്യുന്നറിയോ? ഒരു പവന്റെ ചെയിൻ ഇട്ടേക്കും. അതിനാ
2 പവൻ കൊളത്താൻ അപ്പുറത്തുണ്ട്, ടൈമാവും, ഇപ്പൊ വരുന്നുണ്ട്, ഒക്കെ 9-ാം മാസം. അപ്പൊ ഒരു 2 പവൻ ഇപ്പൊ കിട്ടും. അപ്പൊ ഈ സാധാരണ ചെമ്മീനിനെ കൊളത്തിയിട്ട് വലിയ മീനിനെ കൊളത്തി പിടിക്കുന്ന ഐഡിയ, ചൂണ്ടിടണമായ ഈ പരിപാടി. അതുപോലെ കുടിരിക്കലയക്കുമ്പോൾ സോഫാ സെറ്റും കട്ടിലും കൂടി അവിടെ കൊണ്ടേ കൊടുക്കുക. അപ്പൊ സോഫാ സെറ്റും കട്ടിലും ഫ്രിഡ്ജും ഉറപ്പായി. ഇത് കച്ചവടം നല്ല ലാഭം. അങ്ങൾ വിചാരിച്ചത് ഈ ആപ്പിൾ അതുപോലെ ബേസ് ഇതൊക്കെ പറഞ്ഞ ഈ കച്ചവടക്കാർ മാത്രമല്ല ആളെ പറ്റിക്കുന്നത്, ദുനിയാവിൽ നിത്യം പറ്റിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. ഏടത്തിനനുസരിച്ച് വളരെ തന്ത്രപൂർവ്വപ്പെടുത്തുക, അങ്ങനെ കൊണ്ടയാണ് കൊടുക്കുക ചെയ്യുക. അപ്പൊ കിട്ടിയ ഉടനെ എല്ലാവരും സോഫന്റെ മുകളിൽ കയറി കുത്തുന്നത് നല്ല കട്ടിലാണ്, തേക്കാണ്, അതാ അറിയും. മറ്റോളാണ്ട് കൊടിക്കൽ വെച്ചിന് ഓളെ താമസമുണ്ട് അടുത്ത മാസം. അതിൻ്റെ കത്തേറ്റ് വരുമ്പോഴാണ് തേക്ക് എന്താവും അറിയോ, ഉണങ്ങിയ മാവ് പോലെ പോവും. അതല്ലേ ചില ഇതിന് കൊടുക്കാൻ വയ്യില്ലാത്തോലെ വിളിക്കണില്ല. ഏടത്തിന്റെ പുരയിൽ കുടിരിക്കലിന്റെ അന്ന് ഇത് കൊടുക്കാൻ വയ്യില്ലാത്തോലെ പ്ലേറ്റ് ചെയ്യുകയാണ് ആ പെണ്ണ് അൻസത്തി. എന്നിട്ട് എന്താ പറയാ അറിയോ, എന്റെ അൻസത്തി ഒരു സ്ഥലത്തുണ്ടായ പിന്നെ അവിടുത്തേക്കാട് തിരിഞ്ഞു നോക്കണ്ടാന്ന് ആ സാധനത്തിന് പ്ലേറ്റ് കൊടുത്തിട്ടെ. കാരണം അതിനകത്ത് കട്ടിലില്ല, അതിനകത്ത് സോഫയില്ല, അതിനകത്ത് ഫ്രിഡ്ജുമില്ല, അല്ലേ? വെറും പറ്റിക്കൽ തറവാടിത്തം. അതിന്റെ പേരാണ് തറവാടിത്തം. ആ പെണ്ണിങ്ങനെ പ്ലേറ്റ് കേൾക്കുമ്പോൾ ഒഴുകുന്ന കണ്ണീരുണ്ടല്ലോ, അതിന് ഇജ്ജ് മറുപടി അറിഞ്ഞാൽ മതിയാവില്ല കേട്ടോ. ആ പെണ്ണിന്റെ കണ്ണീര് കൊണ്ടാണ് ആ പ്ലേറ്റ് ചെയ്യത്. വിധിയാണ് എൻ്റെ ഏടത്തിന്നതിനെ ഏൽപ്പിച്ചതെന്നാ. അല്ലാണ്ട് നിങ്ങൾ ചിലർ പറയും എന്താ പറയുക, എൻ്റെ അൻസത്തി സ്ഥലത്തുണ്ടായാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, ഓൾ എല്ലാ കാര്യവും. എന്നാൽ ഈ നെയ്യൊക്കെ ഉള്ള പ്ലേറ്റ് കഴുകാൻ ഓൾ ആരാ വിരുദ്ധത്തിന്ന്. എന്നിട്ട് അത് കേട്ടിട്ട് വേറെ ചിലത് പൊതു ചെയ്യും. അതുകൊണ്ട് ഒരു കുട്ടിനെ നടക്കൂല കേട്ടോ. ഏതായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇസ്ലാമിന്റെ നിയമങ്ങൾ, വ്യവസ്ഥകൾ, കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് പഠിക്കുക. എന്തെല്ലാം വെളുള്ളവനാണെങ്കിലും നിങ്ങൾക്കറിയോ, നിങ്ങൾ ആദ്യം അറിയേണ്ടത് ദ്രോഹം പേറിക്കൊണ്ട് ഇത്തരം തിന്മകളെല്ലാം പേറിക്കൊണ്ട് പരലോകത്തേക്ക് വന്നാൽ ചുണ്ടനക്കാൻ അള്ളാഹു സമ്മതിക്കൂല. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായക്ക് അല്ലാഹു സീൽ വെക്കും. കാരണം സീൽ വെച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ വർത്താനം പറഞ്ഞാൽ നടക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു എല്ലാവരുടെയും വായക്ക് സീൽ വെച്ചാളും. ചില പെണ്ണുങ്ങൾ കണ്ടില്ല, നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും സാധുവാണ്, തൊള്ള പറഞ്ഞാലോ അള്ളന്റെ മോനെ ഇതിന്റെ ഉള്ളിൽ ഇത്ര കണ്ടേനാ തോന്നുക, അല്ലേ? ഞാൻ വിചാരിച്ച് നിൽക്കണുണ്ടായപ്പോ ഒന്നുമില്ലാത്. ബായി തുറന്നു നോക്കുമ്പോഴല്ലേ എൻ്റെ മോനെ വിഷം ചീറ്റുന്ന മൂർഖനാണ് സാധനം. അടില്ലേ, മൂർഖനൊക്കെ നിൽക്കുക അങ്ങനെ, കുത്തിരിക്കലും അങ്ങനെ തന്നെ, അങ്ങനെ നോക്കി കുത്തിരിക്കുക ചെയ്യുക. ആരെങ്കിലും എടുത്തു കൂടെ ഒന്ന് പോയി കിട്ടാൻ കാത്തിക്കുക കൊത്തായ, അല്ലേ? അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട് ഇല്ലേ. നിങ്ങൾ തന്നെ ആളുടെ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച് സാധുവാണ് എന്ന്. അല്ല എൻ്റെ മോനെ തൊള്ളോർ നോക്കുമ്പോഴല്ലേ എൻ്റെ മോനെ എന്താണ് സാധനം, ഓ അല്ലേ? എന്നാൽ അങ്ങനെ തൊള്ള തുറക്കാൻ അള്ളാഹു സമ്മതിക്കൂല. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, കരങ്ങളാണ് റബ്ബിനോട് സംസാരിക്കുക. നാളിതുവരെ സംസാരിച്ചിട്ടില്ലാത്ത കരങ്ങളാണ് റബ്ബിനോട് പറയുന്നത്, പടച്ചവനെ ഈ കരം കൊണ്ട് ഇന്നതെല്ലാം കട്ടിട്ടുണ്ട്, ഈ കരം കൊണ്ട് അന്യായമായി ഇന്നതെല്ലാം എടുത്തിട്ടുണ്ട്, അർഹതയില്ലാത്തതെല്ലാം ഈ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. കയ്യാ പറയാ കേട്ടോ. ആ എടുക്കാൻ പോകുമ്പോൾ ഉപയോഗിച്ച കാലുണ്ടല്ലോ, അതിന് സാക്ഷ്യം വഹിക്കും പടച്ചവനെ അത് ചെയ്തിട്ടുണ്ട്. അത് അപ്പോഴാണ് നമ്മൾ തന്നെ നമ്മളെ ശരീരം വർത്താനം പറയുമ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ, എനിക്കെതിരിൽ എൻ്റെ കയ്യ തന്നെ വർത്താനം പറയാ, ചൂടാവൂലേ? മനസ്സിലേ? നമ്മക്കെതിരിൽ നമ്മളെ അനുസരിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്കും തന്നെ നമ്മളെ മുഖം കേട് വരുന്നുണ്ട്. പിന്നെ നമ്മളെ സ്വന്തം കയ്യ തന്നെ വർത്താനം പറയാന്ന് പറഞ്ഞാലോ, അതാ കേട്ടോ. അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ തെറ്റുകളും കാല് സാക്ഷ്യം വഹിക്കും. ദാ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അവിടെ വർത്താനൊക്കെ തീർന്ന്. പിന്നെ അപ്പോ അങ്ങനെ റിക്കാർഡൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഞങ്ങൾ നിൽക്കുക. ഖുർആൻ പറയുന്നു, വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യിൽ ഖയ്യൂം, സർവത്തെയും നിയന്ത്രിക്കുന്ന മരണമില്ലാത്ത എന്നെന്നും ജീവിക്കുന്ന പടച്ചതമ്പുരാന്റെ മുമ്പിൽ അതാ മനുഷ്യർ മുഖം താഴ്ത്തി നിൽക്കുകയാണ്, ഒന്നും പറയാനില്ല. ഒരു ആപത്തുപെട്ട് കുടുങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം എങ്ങനെ നിൽക്കല്? തെറ്റെല്ലാം എല്ലാവർക്കും ബോധ്യമായാൽ നിങ്ങളെങ്ങനെ നിൽക്കുക? ഒരു കുറ്റം ചെയ്ത മോള് ആ കുറ്റം ചെയ്ത സമയത്ത് ഉമ്മയും ബാപ്പി ഇതോ അറിഞ്ഞു കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്ക് എന്തൊരു അച്ചടക്കല്ലേ. നിങ്ങൾക്ക് മനസ്സിലായി? റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണില്ല, ഭക്ഷണം കഴിക്കാൻ മാത്രം പുറത്തു വരും. ഉമ്മ എന്ത് പറഞ്ഞാലും മോളേന്ന് വിളിക്കുമ്പോഴേക്കും എന്നെ വിളിച്ചമ്മ, എന്തോ ഒരു വിനയം ഇല്ലേ? ആ കുടുക്കുന്ന കഴിഞ്ഞൊരു ആഴ്ചയായിട്ട് കഴിഞ്ഞാലോ ഉമ്മ വിളിച്ചിനാ എന്താ തുടങ്ങിയ എനിക്ക് കുറച്ച് ദിവസം ഒരാഴ്ചക്ക് വലിയ കുഴപ്പമില്ല ഇനി. അപ്പൊ
എന്താ ഇപ്പം ഞാൻ ചെയ്തത്, ഗഡുബേറ്റ് കിടക്കുക, ഇതുവരെയുള്ളതൊക്കെ ഉമ്മ ഇതായി അങ്ങനെ ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എൻ്റെ പോയിന്റ് എങ്ങോട്ടാ ഔട്ട് ചെയ്യണമെന്നൊക്കെ അല്ലേ. അതൊക്കെ തിരിയാത്തതല്ലല്ലോ നിങ്ങൾ. കാരണം നിങ്ങൾക്ക് തലയിൽ നിങ്ങൾ തല പാറിപ്പോകാണ്ടൊക്കെ അല്ലല്ലോ മഫ്ത കെട്ടിയത്, അതിൻ്റെ ഉള്ളെന്തോ സാധനം ഉണ്ടല്ലോ. അപ്പൊ മനസ്സിലാവും കേട്ടോ. അപ്പൊ അക്രമം പേറി വന്ന മനുഷ്യരെല്ലാവരും വന്ന് ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് പോകാൻ പോവുകയാണ്, വലിയ അപകടത്തിലേക്ക്. അതുകൊണ്ട് ആ അപകടം വരുന്നതിന് മുമ്പായി നമ്മൾ രക്ഷപ്പെടണം. അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് പരലോകം എന്ന് പറയുന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പരലോകത്ത് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അതായത് ഒന്ന് നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാം, ഒന്ന് നമുക്ക് പാപമോചനം നടത്താം. നമ്മളുടെ തിന്മകൾക്ക് പാപമോചനം നടത്താം. ഇസ്തിഗ്ഫാർ എന്ന് പറയും പാപമോചനം. അത് അല്ലാഹുവിനോട് ഒരു തെറ്റൊരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്ത ഉടനെ തന്നെ പടച്ച തമ്പുരാനോട് നിങ്ങൾ മാപ്പ് അപേക്ഷിക്കുക. ഒരു മാപ്പ് നിങ്ങൾ അപേക്ഷിക്കും എന്ന നിലക്ക് പടച്ച തമ്പുരാന്റെ നമ്മളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മാലാകമാർ 6 മണിക്കൂർ സമയത്തേക്ക് നമ്മളുടെ തെറ്റ് രേഖപ്പെടുത്തുകയില്ല. 6 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ, ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മുടെ പേരിൽ അള്ളാഹുവിന്റെ മലക്ക് ഒരു തെറ്റ് രേഖപ്പെടുത്തുള്ളൂ. അപ്പൊ 6 മണിക്കൂർ സമയം നൽകിയിരിക്കുകയാണ് കരുണയുടെ കരകാണാ കടലായ റബ്ബ്. മനുഷ്യൻ പാപത്തിന് പൊറുക്കലിന് തേടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ അവസരങ്ങളുണ്ട്. ഇനി അതുപോലെ തന്നെ പടച്ച തമ്പുരാന്റെ ദാസന്മാരായി, വിനയാന്വിതരായ ദാസന്മാരായി, ഈ പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിക്കുന്ന നമ്മൾ പടച്ച തമ്പുരാന്റെ ദാസന്മാരായി ജീവിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ മാത്രം ദാസന്മാർ. ഒരു സൃഷ്ടിയെയും, ആൾ ദൈവമായിരുന്നാലും ശരി, അതല്ലാത്തവരായിരുന്നാലും ശരി, ജിന്ന് ചെകുത്താനായിരുന്നാലും ശരി, ഒരു മനുഷ്യനോടും നമ്മൾ നെഗറ്റീവായി പ്രാർത്ഥിക്കാൻ പാടില്ല. അത് പടച്ച തമ്പുരാനോട് ചെയ്യുന്ന ധിക്കാരമാണ്. അങ്ങനെയുള്ള ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പരലോകത്ത് ഏറ്റവും കൂടുതൽ അപകടത്തിലാവും. കാരണം എന്താ അറിയോ, ആ തെറ്റ് വരാത്ത മറ്റ് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നാൽ പോലും അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. റസൂലുള്ളാഹി പറയാണ്, അസ്അദുൻ നാസി ബി ശഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖിബ്ലി നഫ്സിഹി. മനസ്സിന്റെ ഉള്ളറയിൽ തട്ടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് കൃത്യമായും പഠിച്ചു വെച്ച ഒരു മനുഷ്യൻ, അവൻ അള്ളാഹുവിൽ ഒരു ശിർക്കും ചെയ്തിട്ടില്ലെങ്കിൽ, അള്ളാഹുവിൽ ഒരു പങ്കും ചേർത്തിട്ടില്ലെങ്കിൽ, ആൾ ദൈവങ്ങളിൽ വിശ്വസിച്ചില്ലെങ്കിൽ, ജാറങ്ങളിലും മക്കബറകളിലും കനീസകളിലും എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ, തന്നെ സൃഷ്ടിച്ച, തനക്ക് വെള്ളവും വായുവും തനിക്ക് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും തന്ന പ്രപഞ്ചനാഥനോട് മാത്രമാണ് അവൻ വിളിച്ച് പ്രാർത്ഥിച്ചതെങ്കിൽ അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. ആ പ്രാർത്ഥനയുടെ ഫലമായി പരലോകത്ത് അവന് രക്ഷപ്പെടാൻ സാധിക്കും. റസൂലുള്ളാഹി പറയുന്നു, ഞാൻ ശുപാർശ ചെയ്യും, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ, അസ്അദുൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യവാൻ, ബി ശഫാഅത്തി, എന്റെ ശുപാർശ കൊണ്ട്, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആർക്കാണ് ലഭ്യമാവുക? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ സിംഹാസനത്തിന്റെ താഴെ റസൂലുള്ളാഹി കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റസൂലുള്ളാഹി പറയാണ്, ഞാൻ പരലോകത്ത് നമ്മളൊക്കെ എത്തിക്കഴിഞ്ഞാൽ, ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാൽ, രക്ഷയും ശിക്ഷയും നൽകി പടച്ച തമ്പുരാൻ സ്വർഗത്തിലാക്കേണ്ടവരെ സ്വർഗത്തിലേക്കും നരകത്തിലാക്കേണ്ടവരെ നരകത്തിലേക്കും ആക്കി കഴിയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അതാ എത്തുകയാണ്. എന്തിനാ? റസൂലുള്ളാഹി പറയാ, സുമ്മാഷ്ഫൗ, ഞാൻ ശുപാർശകനായി വരും പരലോകത്ത്, ഫയഹുദ്ദുനി ഹദ്ദൻ, എനിക്കൊരു സമയം അള്ളാഹു നിശ്ചയിച്ചു തരും. ആ സമയം കഴിഞ്ഞാൽ ഫൗഖ്രിജുഹും മിനൻ നാർ, നരകത്തിൽ നിന്ന് ഞാൻ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരും. വഉദ്ഖിലഹുമുൽ ജന്ന, അവരെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. സുമ്മ അഊദു, വീണ്ടും ഞാൻ സിംഹാസനത്തിന്റെ താഴെ തിരിച്ചു ചെല്ലും. ഫഅഖൗ സാജിദൻ ലിറബ്ബി, എന്റെ റബ്ബിന്റെ സിംഹാസനത്തിന് താഴെ ഞാൻ സുജൂദിലായി വീഴും. അപ്പോൾ അല്ലാഹു ഫയദഉനി മാഷാ അല്ലാഹ്, അല്ലാഹു വിടാൻ ഉദ്ദേശിച്ച അത്ര സമയം എന്നെ വിട്ടേക്കും, എന്നെ തിരിഞ്ഞു നോക്കില്ല. ആ സമയമായാൽ അല്ലാഹു പറയും, സുമ്മ യുഖാലി ഇർഫ റസക ഖുൽ യാ മുഹമ്മദ് ഇശ്ഫഅ യാ മുഹമ്മദ് ശഫ്ഫി യാ മുഹമ്മദ് തുശഫ്ഫഅ, നിന്റെ ശുപാർശ സ്വീകരിക്കാം, ചോദിച്ചോളൂ, കേൾക്കാം എന്ന് തുടങ്ങുന്ന നിരവധി തല ഉയർത്തി കാര്യങ്ങൾ പറയൂ മുഹമ്മദ് എന്ന് പറയും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയും, അള്ളാഹുവേ, കൽബിൽ മനസ്സിനകത്ത് അള്ളാഹുവിനെ അണു അളവ് സൂക്ഷിച്ചവർക്ക് പടച്ചവനെ നീ രക്ഷ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശുപാർശ നടത്തും. അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ വരാൻ ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സന്ദർഭം ഏതാന്ന് ചോദിച്ചാൽ, നമ്മൾ പരലോകത്ത്
ഏറ്റവും പ്രയാസത്തോടുകൂടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകാശം തകർന്നു വീണ്, നക്ഷത്രം കുടുംബങ്ങൾ താഴെ വീണ്, അങ്ങനെ സമുദ്രം ഒഴുക്കിവിട്ട് ഖബറിൽ കിടക്കുന്ന മണ്ണിൽ മറമാടിയ, ദഹിപ്പിച്ച, അല്ലെങ്കിൽ ഏത് തലത്തിലാണോ മനുഷ്യൻ മരിച്ചത്, അവരേത് രൂപത്തിലാണോ സംസ്കരിച്ചത്, ഏത് രൂപത്തിൽ സംസ്കരിച്ചാലും ശരി, അവരെയും കൊണ്ട് പരലോകത്തെത്തുമ്പോൾ അതാ മറ്റൊരു ശുപാർശ. അതെന്താണെന്നറിയാമോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മനുഷ്യരെല്ലാം ആദ്യം ചെല്ലുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്താണ്. ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണം. നിങ്ങൾ അൻത അബുൽ ബശർ, നിങ്ങൾ മനുഷ്യന്റെ പിതാവല്ലേ, അങ്ങ് അല്ലാഹുവിനോട് പറയണം ഞങ്ങളെ വിചാരണക്കെടുക്കാൻ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ഏതെങ്കിലും ഒന്നിലാക്കി തരാൻ. അപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ ഇത്രമാത്രം കോപത്തോടുകൂടി റബ്ബിനെ കണ്ടിട്ടില്ല. നിങ്ങൾ മറ്റ് പ്രവാചകനായ നൂഹ് നബിന്റെ അടുത്ത് പോയി നോക്കൂ. നൂഹ് നബിന്റെ അടുത്ത് ചെല്ലും. നൂഹ് നബി പറയും, ഞാൻ എൻ്റെ സമയം ഉപയോഗപ്പെടുത്തി, ഞാൻ എൻ്റെ ധിക്കാരിയായ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ ഇബ്രാഹിം നബിന്റെ അടുത്ത് ചെല്ലൂ. ഇബ്രാഹിം നബിന്റെ അടുത്ത് ചെല്ലും. അള്ളാഹുവിന്റെ സുഹൃത്താണ്, ഭൂമിയിലെ അള്ളാഹുവിന്റെ സുഹൃത്തെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഇബ്രാഹിം നബിയുടെ അടുത്ത് ജനങ്ങളെല്ലാം ചെല്ലുന്നു. ആ സമയത്ത് ഇബ്രാഹിം നബി പറയുന്നു, എനിക്ക് യാതൊരു നിർവാഹവുമില്ല. എൻ്റെ അക്രമിയായ ശിർക്ക് ചെയ്ത, ശിർക്കിന്റെ ഉടയവനായ എൻ്റെ പിതാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പോയി, സന്ദർഭം ഉപയോഗപ്പെടുത്തി, എനിക്ക് നിവൃത്തിയില്ല. നിങ്ങൾ മറ്റു പ്രവാചകന്മാർ, ഓരോ പ്രവാചകന്മാരും ഈസാ നബിന്റെ അടുത്തും മൂസാ നബിന്റെ അടുത്തൊക്കെ ആളുകളെത്തും. അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലും. ജനങ്ങൾ പറയും, റസൂൽ പറയാണ്, ഫയഅ്തുനനി, അവർ എൻ്റെ അടുത്ത് വരും. ഫയഖൂലുന, എന്നിട്ട് അവർ പറയും, യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹ് വ ഖാതമുൽ അംബിയാ, നിങ്ങൾ അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകൻ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്, അവസാനത്തെ അമ്പിയാണ്. ഓഫർ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദൻബിക വ മാ തആഖർ, മുൻ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട വ്യക്തി. അതുകൊണ്ട് ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തണം നിങ്ങൾ എന്ന് ആ സമൂഹത്തോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമൂഹം എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, അലാ തറാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ ഉൾപ്പെട്ട ആപത്ത് നിങ്ങൾ കാണുന്നില്ലേ? ഈ കോടാനുകോടി മനുഷ്യന്മാർ പരലോകത്ത് ഇത്രമാത്രം വേദനയും ദുഃഖവും അനുഭവിച്ച് കഴിയുന്ന ഈ രംഗത്ത് ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഞാൻ സിംഹാസനത്തിന് അള്ളാഹിന്റെ സിംഹാസനത്തിന് താഴെ ഞാൻ വരികയും എന്റെ റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴെ സുജൂദിലായി ഞാൻ വീഴുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു എനിക്ക് ചില പ്രാർത്ഥനകൾ, എനിക്ക് ചില നന്മകളും ചില പ്രാർത്ഥനകളും ഒക്കെ പഠിപ്പിച്ചു തരും. അതിനുശേഷം അള്ളാഹു എന്നോട് പറയും, മുഹമ്മദ്, സൽ ചോദിച്ചോളൂ, തോത്തി നൽകാം, ഇഷ്ഫൽ ശുപാർശ ചെയ്തോളൂ, തുഷഫൽ ശുപാർശ സ്വീകരിക്കാം. അപ്പോഴാണ് ഞാൻ എൻ്റെ തല ഉയർത്തും. ഫഖൂലു അഖൂലു, ഞാൻ പറയും, യാ റബ്ബി, എൻ്റെ റബ്ബേ, വഅത്തനിയ ശഫാഅത, ഇങ്ങനൊരു ശുപാർശ നീ എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫശഫിഅനി ഫീ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ ഇപ്പോൾ ഞാനിതാ ഈ ശുപാർശ നടത്തുകയാണ്. ഫഅഖ്ലി ബൈനഹും, അതുകൊണ്ട് അവർക്കിടയിൽ നീ വിധി കൽപ്പിക്കണം അല്ലാഹുവേ എന്ന് ആദ്യമായി ശുപാർശ ചെയ്യുന്നു. അങ്ങനെ ഈ ശുപാർശ നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ പടച്ചതമ്പുരാന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും ഒരു ശിർക്കും ചെയ്യരുത്. ഒരു ജിന്നിനെയും ഒരു ശൈത്താനെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. സൂറത്ത് ജിൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അള്ളാഹു പറയുന്നു, ജിന്നിനെ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അള്ളാഹ്ക്കുള്ളതാണ്. ലാ തദഉ മഅല്ലാഹി അഹദ, അള്ളാഹിന്റെ കൂടെ നിങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നത് സൂറത്ത് ജിന്നിലാണ് കേട്ടോ. ഒരാളോടും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കുക. അത് വ്രതത്തിലൂടെയാവാം, അത് സക്കാത്തിലൂടെയാവാം, അത് സദക്കയിലൂടെയാവാം, അത് ഹജ്ജിലൂടെയാവാം, അത് ഉംറയിലൂടെ ആകാം. മനസ്സിനെ ശുദ്ധീകരിക്കുക. ഒരു ചെറിയ പൈതലിനെ പോലെ ജീവിതം നയിക്കുക. ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അള്ളാഹു നാളെ പരലോകത്ത് സ്വർഗത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ കയറിയാൽ അവിടെ ഒരു അസൂയ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ 24 മണിക്കൂർ എല്ലാവരോടും അസൂയ. ഏത് ജോലി ചെയ്യുന്നവനക്കും എല്ലാവരോടും അസൂയ. മൗലവിനെ കണ്ടാൽ വേറെ മൗലവിക്ക് ഒരു വലിയ മൗലവിയായി കാസറ്റിട്ട് എടുക്കുക. അപ്പം ആനാ വേറൊരു ഇനി ഒരു ചാനലിലായിരുന്നു ഓൽക്കുണ്ടാവും, ഓലുടേതായത് എല്ലാവരും ഉണ്ടാവും. ഇപ്പം ഓല ഇല്ല, ഇപ്പം മറ്റേലേക്ക് പോയി. അമ്മക്കാരില്ല എന്തേ പോകാൻ കാരണം? ഓലെന്തിനേയും പോയിക്കോട്ടെ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ കാര്യം നന്നാക്കണേക്കാൾ നല്ലത് മറ്റുള്ളവരെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ, സ്വന്തം കണ്ണിലെ മുട്ടിക്കഷ്ണം കാണാതെ അന്യന്റെ കണ്ണിലെ കരടിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ് ഇന്ന് ലോകത്തുള്ളത്. ആ അസൂയയും പകയും വിദ്വേഷവുമുള്ള. അപ്പോൾ SLCക്ക് എൻ്റെ മോൻ പാസ്സായി. അടുത്ത ആളോട് പറഞ്ഞു, പാസ്സായി ഓനോ
അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഓനോന്ന് ചോദിച്ചാൽ അർത്ഥം മനസ്സിലായോ? ഓനൊരിക്കലും പാസ്സാവില്ല, അത് കോപ്പി അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ മോനെ മെഡിക്കൽ എൻട്രൻസ് കിട്ടി. നിങ്ങളോ വെറുതെ മെറിറ്റിലോ? ആ എന്നുള്ളതിന് അർത്ഥം മനസ്സിലാക്കി ഓനൊരിക്കലും കുറ്റം പിടിക്കൂല, ഓൻ നന്നാവില്ല. ഉള്ളിൽ മുഴുവൻ പക, ഉള്ളിൽ മുഴുവൻ വിദ്വേഷം, അങ്ങനെയല്ലേ നമ്മളുടെ ജീവിതം ആണ്. അപ്പോൾ ഏത് രൂപത്തിലും എല്ലാ വിഷയങ്ങളും, സമ്പത്തിലും എല്ലാത്തിലും, ഒരു ജോലി കിട്ടിയാലും ഒരു പഠനത്തിലായിരുന്നാലും ഒരു വീടുണ്ടാക്കിയാലും, ഒരു വീടുണ്ടാക്കിയിട്ട് ആളുകൾക്ക് വീട് നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ നടത്തും ചിലർ, അല്ലേ? ഇസ്ലാമിൽ ഹൗസ് വാമിംഗ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചൂണ്ടാണത് ഹൗസ് വാമിങ്. ഹൗസ് വാമിങ് നടത്തുമ്പോൾ ഒരു കത്തടിപ്പിച്ച് മറ്റോർക്ക് കൊടുത്താൽ ഓന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കട്ടിൽ, കസേര ഇതൊക്കെ കൊണ്ടുവന്ന് അത് മറ്റോൻ പൊരൻ്റെ തറട്ട് വെച്ചാണ്, അപ്പോഴേ ഇപ്പം കൊടുക്കുള്ളൂ. തറടാത്തോലെ ആരും ഇത് കൊടുക്കില്ല. തറട്ട് ഇപ്പം തന്നെ ആവും, 3 മാസത്തിനുള്ളത് പോരാവും. അപ്പം മറ്റോ എന്ത് ചെയ്യും? ഫ്രിഡ്ജ്